മാസ്റ്റർ കെ അക്കാഡമിയുടെ പുതിയ വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ആണ്. അപ്പോൾ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത് എക്സാമിനൊക്കെ തന്നെ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ള ഒരു ഏരിയയാണ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. അപ്പോൾ എന്താണ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ്? അപ്പോൾ ഇവിടെ നമുക്ക് ആദ്യം ഡിസ്കസ് ചെയ്യേണ്ടത് എന്താണ് ഫിനാൻസ് എന്നുള്ളതാണ്. ഫിനാൻസ് എന്ന് പറഞ്ഞാൽ പ്രൊവിഷൻ ഓഫ് മണി വെൻ ഇറ്റ് ഈസ് നീഡഡ്. നമുക്ക് എപ്പോഴാണോ പൈസ ആവശ്യമുള്ളത്, ഒരു ബിസിനസ് ചെയ്യുമ്പോൾ നമുക്ക് എപ്പോഴാണോ പണം ആവശ്യമുള്ളത് അതിന് വിളിക്കുന്ന പേരാണ് ഫിനാൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം ഏതൊരു ബിസിനസ് നമ്മൾ ചെയ്യുമ്പോഴും ഫിനാൻസ് എന്ന് പറയുന്നത് ഏറ്റവും അത്യാവശ്യമായ ഒരു കാര്യമാണ്. അപ്പോൾ ഒരു ബിസിനസ് നമ്മൾ ചെയ്യുമ്പോൾ അവിടുത്തെ ഫിനാൻസ് എന്ന് പറഞ്ഞാൽ പ്രൊവിഷൻ ഓഫ് മണിയാണ്. അവർക്ക് എപ്പോഴാണോ പണം ആവശ്യമുള്ളത് അതിന് വിളിക്കുന്ന പേരാണ് ഫിനാൻസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കാം, ഫിനാൻസിനെ പ്രധാനമായിട്ടും രണ്ടായിട്ട് തരംതിരിക്കുന്നു. ഒന്നാമത്തെ ഫിനാൻസ് ആണ് പബ്ലിക് ഫിനാൻസ്, രണ്ടാമത്തെ ഫിനാൻസ് ആണ് പ്രൈവറ്റ് ഫിനാൻസ്. അപ്പൊ നമ്മൾ ഫിനാൻസിനെ പൊതുവെ രണ്ടായി തരംതിരിക്കുന്നു. ഒന്നാമത്തതിന്റെ പേരാണ് പബ്ലിക് ഫിനാൻസ്. പബ്ലിക് ഫിനാൻസ് എന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് ദ ഫിനാൻസ് ഓഫ് ഗവൺമെന്റ് ഓർഗനൈസേഷൻ ആണ്. നമുക്കറിയാം ഒരു ഗവൺമെന്റൽ ഓർഗനൈസേഷന് കിട്ടുന്ന ഫണ്ട് അതെങ്ങനെ കിട്ടുന്നു, അല്ലെങ്കിൽ ഏത് തരത്തിൽ അത് ചെലവാകുന്നു. അപ്പൊ അത്തരത്തിൽ ഗവൺമെന്റുമായി ബന്ധപ്പെട്ട് ഉള്ള ഫിനാൻസിനെ വിളിക്കുന്ന പേരാണ് നമ്മൾ പബ്ലിക് ഫിനാൻസ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഫിനാൻസിന്റെ പേരാണ് പ്രൈവറ്റ് ഫിനാൻസ്. പ്രൈവറ്റ് ഫിനാൻസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഡീൽസ് വിത്ത് ഫിനാൻസ് ഓഫ് നോൺ ഗവൺമെന്റ് ഓർഗനൈസേഷൻ. നമുക്കറിയാം ഗവൺമെന്റിന്റെ അല്ലാതെ പ്രൈവറ്റ് ആയിട്ടുള്ള ഓർഗനൈസേഷന് പൈസ ആവശ്യമുണ്ടെങ്കിൽ അത്തരത്തിൽ ഉള്ള ഫിനാൻസിനെ വിളിക്കുന്ന പേരാണ് പ്രൈവറ്റ് ഫിനാൻസ് എന്ന് പറയുന്നത്. പ്രൈവറ്റ് ഫിനാൻസിനെ നമ്മൾ മൂന്നായിട്ട് തരംതിരിക്കുന്നുണ്ട്. ഒന്നാമത്തെ ഫിനാൻസ് ആണ് പേഴ്സണൽ ഫിനാൻസ്. അപ്പം പ്രൈവറ്റ് ഫിനാൻസിനെ നമ്മൾ മൂന്നായി തരംതിരിക്കുന്നു. ഒന്നാമത്തതാണ് പേഴ്സണൽ ഫിനാൻസ്, രണ്ടാമത്തതാണ് ബിസിനസ് ഫിനാൻസ്, മൂന്നാമത്തതാണ് ഫിനാൻസ് ഓഫ് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ. അപ്പോൾ ഫിനാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു ബിസിനസ്സിന് എപ്പോഴാണോ പണം ആവശ്യമുള്ളത് അത്തരത്തിൽ പണം ആവശ്യമുള്ളതിനെ വിളിക്കുന്ന പേരാണ് ഫിനാൻസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ പ്രൊവിഷൻ ഓഫ് മണി വെൻ ഇറ്റ് ഈസ് നീഡഡ്. ഫിനാൻസിനെ നമ്മൾ രണ്ടായിട്ട് തരംതിരിക്കുന്നുണ്ട്. ഒന്നാമത്തെ ഫിനാൻസ് ആണ് പബ്ലിക് ഫിനാൻസ്, രണ്ടാമത്തതാണ് പ്രൈവറ്റ് ഫിനാൻസ്. പബ്ലിക് ഫിനാൻസ് എന്ന് പറഞ്ഞാൽ ഗവൺമെന്റൽ ഓർഗനൈസേഷന് കിട്ടുന്ന ഫിനാൻസിനെ വിളിക്കുന്ന പേരാണ് പബ്ലിക് ഫിനാൻസ്. രണ്ടാമത്തതാണ് പ്രൈവറ്റ് ഫിനാൻസ്. പ്രൈവറ്റ് ഫിനാൻസ് എന്ന് പറഞ്ഞാൽ നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ, ഗവൺമെന്റ് ഓർഗനൈസേഷൻ അല്ലാതെ മറ്റുള്ള സ്ഥാപനങ്ങൾക്ക് കിട്ടുന്ന ഫണ്ടാണ് പ്രൈവറ്റ് ഫിനാൻസ് എന്ന് പറയുന്നത്. പിന്നീട് നമ്മൾ പഠിച്ചത് പ്രൈവറ്റ് ഫിനാൻസിനെ പ്രധാനമായിട്ടും മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു. ഒന്നാമത്തതാണ് പേഴ്സണൽ ഫിനാൻസ്, രണ്ടാമത്തതാണ് ബിസിനസ് ഫിനാൻസ്, മൂന്നാമത്തതാണ് ഫിനാൻസ് ഓഫ് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ. സോ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ആണ്. അപ്പോൾ നമ്മൾ ഇപ്പം പഠിച്ചു ഫിനാൻസ് എന്താണെന്ന് പഠിച്ചു, ഫിനാൻസുമായി ബന്ധപ്പെട്ട രണ്ട് പ്രധാനപ്പെട്ട ക്ലാസിഫിക്കേഷൻ പഠിച്ചു, പബ്ലിക് ഫിനാൻസ് പഠിച്ചു, പ്രൈവറ്റ് ഫിനാൻസ് പഠിച്ചു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ആണ്. നമുക്കറിയാൻ സാധിക്കും വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫിനാൻഷ്യൽ മാനേജ്മെന്റിൽ പ്രധാനമായിട്ടും എന്താണ് ഉള്ളതെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം, പ്രധാനമായിട്ടും ഫിനാൻഷ്യൽ മാനേജ്മെന്റിൽ ഉള്ളത് ഒരു ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ സാധിക്കും ഇറ്റ് ഡീൽസ് വിത്ത് മൊബിലൈസേഷൻ ഓഫ് ഫണ്ട് ആണ്. ഒരു ബിസിനസ്സിന് എവിടുന്നൊക്കെയാണ് ഫണ്ട് കിട്ടുന്നത്, അപ്പം ഇറ്റ് ഇൻവോൾവ്സ് എന്താണ് മൊബിലൈസേഷൻ ഓഫ് ഫണ്ട്. ഒരു ബിസിനസ്സിന് എവിടുന്നൊക്കെ ഫണ്ട് കിട്ടുന്നു ആൻഡ് എഫക്റ്റീവ് യൂട്ടിലൈസേഷൻ ഓഫ് ഫണ്ട്, ഈ ഫണ്ട് നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നു. അപ്പോൾ ഫിനാൻഷ്യൽ മാനേജ്മെന്റിൽ എന്താ ഉള്ളതെന്ന് ചോദിച്ചാൽ ഒരു ബിസിനസ്സിന് നമുക്ക് എവിടുന്നൊക്കെ ഫണ്ട് മൊബിലൈസ് ചെയ്യുന്നു, എവിടുന്നൊക്കെ ഫണ്ട് കിട്ടുന്നു, അത് എങ്ങനെ എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നു, ഇതിനെ വിളിക്കുന്ന പേരാണ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ഫിനാൻഷ്യൽ മാനേജ്മെന്റിൽ നമുക്ക് പ്രധാനമായിട്ടും പഠിക്കാനുള്ള ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ നമുക്കൊരു ബിസിനസ്സിന് ഡിസിഷൻ മേക്കിങ്ങിനാണ് പ്രധാനമായിട്ടും ഫിനാൻഷ്യൽ മാനേജ്മെന്റ് സഹായിക്കുന്നത്. അപ്പോൾ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് പ്രധാനമായിട്ടും ഒരു ബിസിനസ്സുമായി ബന്ധപ്പെട്ട എല്ലാ തീരുമാനങ്ങളും എടുക്കാനും സഹായിക്കുന്നുണ്ട്.
മാത്രവുമല്ല ഫിനാൻഷ്യൽ മാനേജ്മെന്റിന്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, ലക്ഷ്യങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ നമുക്ക് പ്രധാനമായിട്ടും പറയാം 2 ലക്ഷ്യങ്ങളാണ് പ്രധാനമായിട്ടും നമ്മൾ ഫിനാൻഷ്യൽ മാനേജ്മെന്റിൽ പറയുന്നത്. ഒന്നാമതാണ് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ, രണ്ടാമതാണ് വെൽത്ത് മാക്സിമൈസേഷൻ. അപ്പോൾ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാം, വ്യക്തമായിട്ട് തന്നെ പറയാം, ഇറ്റ് ഈസ് എ ഷോർട്ട് ടേം ഒബ്ജക്റ്റീവ് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. ഒരു ഫിനാൻഷ്യൽ മാനേജ്മെന്റിന്റെ ഷോർട്ട് ടൈമിലേക്കുള്ള ഒബ്ജക്റ്റീവ്സിന് വിളിക്കുന്ന പേരാണ് നമ്മൾ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ എന്ന് പറയുന്നത്. മാത്രവുമല്ല ഇവിടെ പ്രധാനമായിട്ടും ഉള്ളത് മാക്സിമൈസിങ് റുപ്പി ഇൻകം ഓഫ് ഫേം ആണ്. ഒരു ബിസിനസ്സിന് മാക്സിമം ഇൻകം എങ്ങനെ കളക്ട് ചെയ്യാൻ സാധിക്കുന്നു അതിനെ വിളിക്കുന്ന പേരാണ് നമ്മൾ പ്രോഫിറ്റ് മാക്സിമൈസേഷനിലുള്ളത്. അപ്പോൾ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ എന്ന് പറയുന്നത് ഒരു ബിസിനസിന്റെ ഷോർട്ട് ടൈം ഒബ്ജക്റ്റീവ്സ് ആണ്. മാത്രവുമല്ല ഇതുവഴി എന്താണ് ഒരു ബിസിനസ്സിന് മാക്സിമം ഇൻകം കളക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. മാത്രവുമല്ല ഇറ്റ് ഈസ് എ വേഗ് കോൺസെപ്റ്റ് ആണ്, നമുക്കറിയാൻ സാധിക്കും. കാരണം ഫിനാൻഷ്യൽ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ഒരു വേഗ് കോൺസെപ്റ്റ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോഫിറ്റ് എങ്ങനെയാണ്, ബിഫോർ ഡിപ്രീസിയേഷൻ ആണോ അതോ ആഫ്റ്റർ ഡിപ്രീസിയേഷൻ ആണോ, അതിനെപ്പറ്റി ഒന്നും വ്യക്തമായിട്ട് പറയുന്നില്ല. മാത്രവുമല്ല ഇഗ്നറിംഗ് ടൈം, നമുക്കറിയാൻ സാധിക്കും പണത്തിന്റെ കാര്യങ്ങളെ പറ്റി, അതായത് ടൈം വാല്യൂ ഓഫ് മണി, പണത്തിന്റെ മൂല്യങ്ങളെ പറ്റി ഒന്നും ഈ പ്രോഫിറ്റ് മാക്സിമൈസേഷനിൽ പറയുന്നില്ല. അപ്പം ഇത്തരത്തിലുള്ള കാര്യം കൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം, ഈ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ എന്ന് പറയുന്ന ഈ ഒരു പ്രിൻസിപ്പിളിന് എന്തുണ്ട്, ഒരു വാഗ് കോൺസെപ്റ്റ് ആണ്. അല്ലെങ്കിൽ നമുക്ക് അറിയാൻ സാധിക്കും, ഒരിക്കലും നമുക്ക് എക്സാക്റ്റ് ആയിട്ട് അത് പറയാൻ സാധിക്കുന്നില്ല. അപ്പോൾ നമ്മൾ ഫിനാൻഷ്യൽ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിൽ ഒന്നാണ് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ. പ്രോഫിറ്റ് മാക്സിമൈസേഷനിൽ പറയുന്നത് എന്താണ്, ഒരു ബിസിനസിന്റെ ഷോർട്ട് ടൈം ഒബ്ജക്റ്റീവ്സ് ആണ് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ. മാത്രവുമല്ല ഇവിടെ പ്രധാനമായിട്ടും എന്താണ്, ബിസിനസിന്റെ ഇൻകം അല്ലെ, മാക്സിമം ഇൻകം എന്ത് ചെയ്യുക, പ്രോഫിറ്റിലൂടെ ഉണ്ടാക്കുക. അത് മാത്രവുമല്ല ഇത് ഒരിക്കലും എന്താണ് ടൈം വാല്യൂ ഓഫ് മണി അല്ലെങ്കിൽ പണത്തിന്റെ മൂല്യങ്ങളൊന്നും ഇത് കണക്കാക്കാറില്ല. അപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നത് രണ്ടാമത്തെ ഒബ്ജക്റ്റീവ്സ് ആണ് ഫിനാൻഷ്യൽ മാനേജ്മെന്റിന്റെ, അത് വെൽത്ത് മാക്സിമൈസേഷൻ ആണ്. അപ്പോൾ നമുക്കറിയാൻ സാധിക്കും ഫിനാൻഷ്യൽ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും റിലവൻസ് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ അത് വെൽത്ത് മാക്സിമൈസേഷൻ ആണ്. വെൽത്ത് മാക്സിമൈസേഷൻ എന്താണെന്ന് ചോദിച്ചാൽ മാക്സിമൈസിങ് നെറ്റ് പ്രസന്റ് വാല്യൂ ഓഫ് ഓണേഴ്സ് ആണ്. നമുക്കറിയാം ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാർ അല്ലെങ്കിൽ ബിസിനസിന്റെ ഓണേഴ്സിന് എന്ത് കിട്ടുന്നു, NPV നെറ്റ് പ്രസന്റ് വാല്യൂ കിട്ടിയാൽ അത് മാക്സിമം കിട്ടിക്കഴിഞ്ഞാൽ അതിന് വിളിക്കുന്ന പേരാണ് വെൽത്ത് മാക്സിമൈസേഷൻ. അപ്പോൾ വെൽത്ത് മാക്സിമൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഇറ്റ് മീൻസ് മാക്സിമൈസിങ് നെറ്റ് പ്രസന്റ് വാല്യൂ ഓഫ് ഓണേഴ്സ് ആണ്. ഓണേഴ്സിന് എന്ത് കൊടുക്കുക, മാക്സിമം നെറ്റ് പ്രസന്റ് വാല്യൂ കൊടുക്കുക. മാത്രവുമല്ല മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ഒബ്ജക്റ്റീവ്സ് ആണ്. ഒരു ഫിനാൻഷ്യൽ മാനേജ്മെന്റിന്റെ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് വ്യക്തമായിട്ട് തന്നെ പറയാം അത് വെൽത്ത് മാക്സിമൈസേഷൻ ആണ്. കാരണം പോസിറ്റീവ് NPV ക്രിയേറ്റ്സ് മോർ വെൽത്ത് ടു ഷെയർ ഹോൾഡേഴ്സ് ആണ്. നമുക്കറിയാൻ സാധിക്കും നമ്മൾ NPV കണ്ടുപിടിക്കും, നമുക്കത് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗിൽ പഠിക്കാനുള്ള NPV നെറ്റ് പ്രസന്റ് വാല്യൂ ആണ്. അത്തരത്തിൽ നമ്മൾ NPV കണ്ടുപിടിക്കുന്ന സമയത്ത് നമുക്ക് കൂടുതൽ NPV കിട്ടിക്കഴിഞ്ഞാൽ അതുവഴി ഓണേഴ്സിന് കൂടുതൽ വെൽത്ത് കിട്ടും. അപ്പോൾ നമുക്ക് വളരെ വ്യക്തമായിട്ട് പറയാം വെൽത്ത് മാക്സിമൈസേഷൻ എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒബ്ജക്റ്റീവ്സ് ആണ്. കാരണം വെൽത്ത് മാക്സിമൈസേഷൻ വഴി ഒരു ഓണേഴ്സിന് മാക്സിമം പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ സാധിക്കുന്നു. ഇനി നമുക്കറിയാം ഒരു ഫിനാൻഷ്യൽ മാനേജ്മെന്റിൽ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ, വെൽത്ത് മാക്സിമൈസേഷൻ മാത്രമല്ല അത് കൂടാതെ മറ്റുള്ള കുറേ ഒബ്ജക്റ്റീവ്സ് ഉണ്ട്. ഒന്നാമത്തതാണ് മാക്സിമൈസിങ് EPS. നമ്മൾ പഠിച്ചിട്ടുണ്ട് EPS ഏണിംഗ് പെർ ഷെയർ ആണ്. അത് മാത്രമല്ല രണ്ടാമത്തെ അതർ ഒബ്ജക്റ്റീവ്സിൽ ഫെയർ റിട്ടേൺ ടു ഷെയർ ഹോൾഡർ ആണ്. നമുക്കറിയാം ഒരുപാട് ഷെയർ ഹോൾഡേഴ്സ് ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഷെയർ ഹോൾഡേഴ്സിന് എന്ത് കൊടുക്കുക, മാക്സിമം റിട്ടേൺസ് കൊടുക്കുക. അത് മാത്രവുമല്ല എഡ്യൂക്കേഷൻ ആൻഡ് റിസൾട്ട്സ് ആണ്. നമുക്കറിയാൻ സാധിക്കും ഒരുപാട് എഡ്യൂക്കേഷൻ, ഫിനാൻഷ്യൽ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട ഒരുപാട് എഡ്യൂക്കേഷൻ പരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. മാത്രവുമല്ല എൻഷുർ ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ. നമുക്കറിയാൻ സാധിക്കും ഫിനാൻസുമായി ബന്ധപ്പെട്ട എല്ലാ ഡിസിപ്ലിൻസും എന്ത് ചെയ്യുക, മാക്സിമം അച്ചീവ് ചെയ്യുക. അപ്പോൾ ഫിനാൻഷ്യൽ മാനേജ്മെന്റിന്റെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സ് ആണ് വെൽത്ത് മാക്സിമൈസേഷൻ. വെൽത്ത് മാക്സിമൈസേഷൻ എന്ന് പറയുന്നത് എന്താ, മാക്സിമൈസിങ് നെറ്റ് പ്രസന്റ് വാല്യൂ, എന്ത് കൂട്ടുക, നെറ്റ് പ്രസന്റ് വാല്യൂ മാക്സിമം ഉണ്ടാക്കിയെടുക്കുന്നതാണ് വെൽത്ത് മാക്സിമൈസേഷൻ. മാത്രവുമല്ല മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ഒബ്ജക്റ്റീവ്സ് ആണ്. ഒരു ബിസിനസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സ് ആണ് വെൽത്ത് മാക്സിമൈസേഷൻ എന്ന് പറയുന്നത്. മാത്രവുമല്ല പോസിറ്റീവായിട്ടാണ് നമുക്ക് NPV ഉള്ളതെങ്കിൽ അതുവഴി ഓണേഴ്സിന് മാക്സിമം പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ സാധിക്കുന്നു. ഇത് കൂടാതെ ഫിനാൻഷ്യൽ മാനേജ്മെന്റിന്റെ
മറ്റുള്ള ഒബ്ജക്റ്റീവ്സ് പറയുകയാണെങ്കിൽ EPS മാക്സിമൈസ് ചെയ്യുക, മാത്രവുമല്ല ഫെയർ റിട്ടേൺസ് ആർക്ക് കൊടുക്കുക, ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുക, മാത്രവുമല്ല എഡ്യൂക്കേഷൻ, നമുക്ക് ഫിനാൻഷ്യൽ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട ഒരുപാട് എഡ്യൂക്കേഷൻസ് ഉണ്ട്, അതിന് പ്രാധാന്യം കൊടുക്കുക, ഫിനാൻഷ്യൽ ഡിസിപ്ലിൻസ് ഒക്കെ എന്ത് ചെയ്യുക, മാക്സിമം ഡെവലപ്പ് ചെയ്യുക. ഇതെല്ലാം വളരെ പ്രധാനപ്പെട്ട ഒരു ഒബ്ജക്റ്റീവ്സ് ആണ്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു ഫിനാൻഷ്യൽ മാനേജ്മെന്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് വെൽത്ത് മാക്സിമൈസേഷൻ ആണ്. എന്തുകൊണ്ടാണ് വെൽത്ത് മാക്സിമൈസേഷൻ എന്ന് പറയണമെന്ന് ചോദിച്ചാൽ ഷെയർ ഹോൾഡേഴ്സ് വെൽത്തിനെ കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, മെഷർ ചെയ്യുന്നു. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് എന്ത് ചെയ്യുന്നത്, ഷെയർ ഹോൾഡേഴ്സിന്റെ വെൽത്തിനെ നമ്മൾ മെഷർ ചെയ്യാൻ കുറേ അധികം കാര്യങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒന്നാമത്തതാണ് EVA. അപ്പോൾ നമുക്ക് ഒരു ഷെയർ ഹോൾഡേഴ്സിന്റെ വെൽത്തിനെ എങ്ങനെ മെഷർ ചെയ്യാമെന്ന് ചോദിച്ചാൽ നമുക്ക് ആദ്യം തന്നെ പറയാം അത് EVA ആണ്, അതായത് എക്കണോമിക് വാല്യൂ ആഡഡ്. അപ്പോൾ ഒരു ഷെയർ ഹോൾഡേഴ്സിന്റെ വാല്യൂ നമുക്ക് എങ്ങനെ മെഷർ ചെയ്യാമെന്ന് ചോദിച്ചാൽ രണ്ട് മെത്തേഡ്സ് ആണുള്ളത്. ഒന്നാമത്തെ മെത്തേഡാണ് EVA അല്ലെങ്കിൽ എക്കണോമിക് വാല്യൂ മെത്തേഡ്, രണ്ടാമത്തതാണ് MVA അല്ലെങ്കിൽ മാർക്കറ്റ് വാല്യൂ ആഡഡ്. അപ്പോൾ ഇവിടെ നിന്നൊക്കെ തന്നെ എപ്പോഴും എക്സാമിന് ചോദിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയ കൂടാണ്. എന്താണ് എക്കണോമിക് വാല്യൂ ആഡഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെർഫോമൻസ് ഓഫ് കമ്പനിയാണ്. നമുക്കറിയാം ഒരുപാട് കമ്പനികൾ ഷെയർ ഒക്കെ തന്നെ ഇഷ്യൂ ചെയ്യാറുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഏത് കമ്പനിയാണോ ആ കമ്പനിയുടെ തന്നെ പെർഫോമൻസിനെ ഇവാലുവേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് എക്കണോമിക് വാല്യൂ ആഡഡ്. അപ്പോൾ എക്കണോമിക് വാല്യൂ ആഡഡ് എന്ന് പറയുന്നത് എന്താ മെഷർ ചെയ്യുന്ന ഒരു കമ്പനിയുടെ പെർഫോമൻസ് ആണ്. എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് ചോദിച്ചാൽ ഓൺ ദ ബേസിസ് ഓഫ് വെൽത്ത് ഓർ വാല്യൂ ക്രിയേഷൻ. അതായത് നമ്മളൊരു സെക്യൂരിറ്റി ഒക്കെ തന്നെ ഇഷ്യൂ ചെയ്യുമ്പോൾ അതിൽ നിന്നും എന്തെല്ലാം വാല്യൂ അല്ലെങ്കിൽ മാക്സിമം വാല്യൂ നമുക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, അതാണ് പ്രധാനമായിട്ടും EVA-യിൽ പറയുന്നത്. അത് മാത്രവുമല്ല ഈ എക്കണോമിക് വാല്യൂ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സർപ്ലസ് വാല്യൂ ആണ്. നമുക്കറിയാം നമുക്കൊരു ബിസിനസ്സിന് കിട്ടുന്ന അല്ലെങ്കിൽ ഷെയർ ഒക്കെ തന്നെ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഷെയർ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് ബിസിനസ്സിന് കിട്ടുന്ന അധികം പൈസ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, എക്കണോമിക് വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ എക്കണോമിക് വാല്യൂ എന്താണെന്ന് ചോദിച്ചാൽ എന്താ, ഇറ്റ് ഈസ് ദ സർപ്ലസ് വാല്യൂ ആണ് ഫ്രം ഇൻവെസ്റ്റ്മെന്റ്. നമ്മൾ എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന എന്താണ് മാക്സിമം പ്രോഫിറ്റിനെ വിളിക്കുന്ന പേരാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, എക്കണോമിക് വാല്യൂ എന്ന് പറയുന്നത്. ഇനി നമ്മൾ പഠിച്ചു രണ്ടാമത് പഠിക്കാൻ പോകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു മെത്തേഡാണ് അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ എസ്റ്റിമേറ്റ് ചെയ്യാമെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം MVA വഴി കണ്ടുപിടിക്കാം. എന്താണ് മാർക്കറ്റ് വാല്യൂ ആഡഡ്. അതായത് വളരെ പ്രധാനമായിട്ട് പറഞ്ഞാൽ മാർക്കറ്റ് വാല്യൂവിനാണ് പ്രാധാന്യം. ഇപ്പം നമുക്കറിയാം ഒരു പ്രോഡക്റ്റ് നമ്മൾ മാർക്കറ്റിലേക്ക് എത്തിക്കുന്നു, അപ്പോൾ ആ സമയത്ത് നമുക്കറിയാം മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. അപ്പോൾ അത്തരത്തിൽ ഒരു ഫിനാൻഷ്യൽ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു മെത്തേഡ്സ് ഓഫ് കമ്പ്യൂട്ടിംഗ് ഷെയർ ഹോൾഡേഴ്സ് വെൽത്ത് എന്ന് പറയുന്നത് മാർക്കറ്റ് വാല്യൂ ആഡഡ് ആണ്. നമുക്കറിയാം എന്താണ് മാർക്കറ്റ് വാല്യൂ ആഡഡ് എന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ കറന്റ് മാർക്കറ്റ് വാല്യൂ ഓഫ് എ ഫേം എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ്സിന് പ്രസന്റ് ആയിട്ട് ഇപ്പോൾ എത്ര മാർക്കറ്റ് വാല്യൂ ഉണ്ട്, അത് മാത്രവുമല്ല ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ടഡ് ബൈ ഇൻവെസ്റ്റേഴ്സ് ആണ്. അവിടേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാർ എത്ര രൂപ ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്തു. അപ്പോൾ അത്തരത്തിൽ അവർ കോൺട്രിബ്യൂട്ട് ചെയ്ത ക്യാപിറ്റലിന്റെ എമൗണ്ടും മാത്രവുമല്ല മാർക്കറ്റ് വാല്യൂ എത്രയാണോ അതിന്റെ വ്യത്യാസത്തെ വിളിക്കുന്ന പേരാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, നമ്മൾ മാർക്കറ്റ് വാല്യൂ ആഡഡ് എന്ന് പറയുന്നത്. മാത്രവുമല്ല ഇറ്റ് എനേബിൾസ് ടു മെഷർ മാർക്കറ്റ് വാല്യൂ ഓഫ് എ ഫേം. നമുക്കറിയാം ഇത്തരത്തിൽ ഒരു ഷെയറിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ നമ്മൾ EVA ഉപയോഗിച്ച് കഴിഞ്ഞാലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഗുണമെന്ന് പറഞ്ഞാൽ നമുക്കൊരു ബിസിനസിന്റെ കറക്റ്റ് ആയിട്ടുള്ള മാർക്കറ്റ് വാല്യൂ അറിയാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ നമുക്കറിയാം എന്താണ് മാർക്കറ്റ് വാല്യൂ എന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് ദ മാർക്കറ്റ് വാല്യൂ ഓഫ് ഷെയർ ഡിവൈഡഡ് ബൈ ബുക്ക് വാല്യൂ ഓഫ് ഷെയർ ആണ്. അപ്പോൾ നമുക്കൊരു ബിസിനസ്സിൽ മാർക്കറ്റ് വാല്യൂ ഉണ്ടെങ്കിൽ ആ മാർക്കറ്റ് വാല്യൂ കാണും, അതിൽ നിന്നും എന്താണ് ബുക്ക് വാല്യൂ ഉണ്ടെങ്കിൽ അപ്പോൾ അതിൻ്റെയൊക്കെ തന്നെ നമുക്ക് വളരെ വ്യക്തമായിട്ട് തന്നെ പറയാൻ സാധിക്കും മാർക്കറ്റ് വാല്യൂവും അതോടൊപ്പം തന്നെ ബുക്ക് വാല്യൂവും തമ്മിലുള്ള ആ റിലേഷൻ സൂചിപ്പിക്കുന്നതാണ് ഏതാ, നമ്മുടെ മാർക്കറ്റ് വാല്യൂ ആഡഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ്, അതായത് ഒരു ഷെയർ ഹോൾഡേഴ്സിന്റെ വെൽത്തിനെ നമുക്ക് എങ്ങനെ മെഷർ ചെയ്യാം. അപ്പം ഷെയർ ഹോൾഡേഴ്സിന്റെ വെൽത്തിനെ മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒന്നാമത്തെ മെത്തേഡാണ് EVA, അതായത് എക്കണോമിക് വാല്യൂ ആഡഡ് എന്ന് പറയാം. അത് പ്രധാനമായിട്ടും എന്താണ്, ഒരു കമ്പനിയുടെ പെർഫോമൻസിനെയാണ് അത് ഇവാലുവേറ്റ് ചെയ്ത് കാണിക്കുന്നത്. മാത്രവുമല്ല EVA അല്ലെങ്കിൽ എക്കണോമിക് വാല്യൂ എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ്സിന് കിട്ടുന്ന സർപ്ലസ് ആയിട്ടുള്ള വാല്യൂ ആണ്. മാത്രവുമല്ല EVA പ്രകാരം നമുക്ക് ഒരു ബിസിനസ്
ബിസിനസ്സിനൊക്കെ തന്നെ മാക്സിമം റിട്ടേൺസ് ഒക്കെ തന്നെ അച്ചീവ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. EVA കണ്ടുപിടിക്കുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്, നെറ്റ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ്. ഒരു ബിസിനസ്സിന് കിട്ടുന്ന പ്രോഫിറ്റ് എത്രയാണോ ടാക്സ് കൊടുത്തതിന് ശേഷം കിട്ടുന്നത്, അതിൽ നിന്നും എന്താണ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എത്രയാണോ അത് നമ്മൾ എന്ത് ചെയ്യുന്നു, അതിന് ഡിഫറൻസ് ആണ് നമ്മൾ പ്രധാനമായിട്ടും എന്ത് ചെയ്യുന്നത്, നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ എന്താണ് മാർക്കറ്റ് വാല്യൂ ആരഡിലും നമ്മൾ പ്രധാനമായിട്ടും ചെയ്യുന്നത് എന്താ, ഒരു ബിസിനസിന്റെ യഥാർത്ഥ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കുന്നു. അപ്പോൾ അതിന് വിളിക്കുന്ന പേരാണെന്ത്, മാർക്കറ്റ് വാല്യൂ ആരഡ് എന്ന് പറയുന്നത്. ഈ മാർക്കറ്റ് വാല്യൂ ആരഡിലും നമ്മൾ എന്താ പ്രധാനമായിട്ടും ചെയ്യുന്നത്, മാർക്കറ്റ് വാല്യൂവിൻ്റെയും ബുക്ക് വാല്യൂവിൻ്റെയും പ്രധാനപ്പെട്ട ഡിഫറൻസ് ആണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ നമ്മൾ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് പഠിച്ചു. ഫിനാൻഷ്യൽ മാനേജ്മെന്റ് വളരെ പ്രധാനപ്പെട്ട 2 ഒബ്ജക്റ്റീവ്സ് പഠിച്ചു. ഏതൊക്കെയാ, വെൽത്ത് മാക്സിമൈസേഷൻ, പ്രോഫിറ്റ് മാക്സിമൈസേഷൻ. അല്ലെങ്കിൽ വെൽത്ത് നമ്മൾ എങ്ങനെ കമ്പ്യൂട്ട് ചെയ്യുന്നു, 2 മെത്തേഡ്സ് പഠിച്ചു, EVA MVA. അപ്പോൾ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഫിനാൻഷ്യൽ മാനേജ്മെന്റിന്റെ സ്കോപ്പാണ്. അപ്പോൾ നമുക്കറിയാൻ സാധിക്കും ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സ്കോപ്പ് ഉള്ളതാണ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അപ്പം സാധ്യതകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ ഫിനാൻഷ്യൽ മാനേജ്മെന്റിന് ഒരുപാട് സാധ്യതകളുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം വളരെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഫിനാൻഷ്യൽ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട സാധ്യതകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ ആണ്. ഒരു ബിസിനസ് നമ്മൾ ചെയ്യുന്നു അല്ലെങ്കിൽ നമുക്ക് എവിടെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യണം. അപ്പോൾ അത്തരത്തിൽ ഒരു ബിസിനസ് ഇൻവെസ്റ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഡിസിഷന് പ്രാധാന്യം കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ. അപ്പോൾ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷനിൽ പ്രധാനമായിട്ടും പറയുന്നത് ഇവാലുവേഷൻ ഓഫ് റിസ്ക് ആണ്. ഇപ്പോൾ എൻ്റെ കയ്യിൽ കുറേ പൈസയുണ്ട്, ഞാൻ എവിടെയെങ്കിലും കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്യാൻ പോകും. അപ്പോൾ ഞാൻ ആദ്യം നോക്കേണ്ടത് എന്താ, റിസ്ക് ആണ്. ഞാൻ ഈ കൊടുക്കുന്ന പൈസയ്ക്ക് എനിക്ക് എത്ര റിസ്ക് ഉണ്ടാവും. മാത്രവുമല്ല മെഷർമെന്റ് ഓഫ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, ഞാൻ എത്ര രൂപ കൊടുത്ത ആ പ്രോഡക്റ്റ് അല്ലെങ്കിൽ ആ സെക്യൂരിറ്റി ഞാൻ വാങ്ങണം. അപ്പം വളരെ പ്രധാനമായിട്ടും ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷനിൽ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് റിസ്കിനെ മെഷർ ചെയ്യുന്നു. നമ്മൾ സെക്യൂരിറ്റി ഒക്കെ തന്നെ മാർക്കറ്റിൽ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് നമുക്കുണ്ടാകുന്ന റിസ്ക് എങ്ങനെയാണ്, മാത്രവുമല്ല നമുക്കതിനെ നമ്മുടെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനെ എങ്ങനെ മെഷർ ചെയ്യാൻ സാധിക്കുന്നു. ഇതാണ് അവിടെ പ്രധാനമായിട്ടും ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷനിൽ പറയുന്നത്. രണ്ടാമത്തെ ഡിസിഷൻ അതിൽ നമുക്ക് നോക്കാം. ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷനിൽ വളരെ പ്രധാനമായിട്ടും ഇതാണ് നമ്മുടെ എക്സാമിന് ചോദിച്ചിട്ടുള്ളത്, ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷനിൽ ഉപയോഗിക്കുന്ന ടെക്നിക്ക് ഏതാണ്. അപ്പോൾ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്ന് പറയുന്ന ടെക്നിക്കാണ് നമ്മൾ എവിടെങ്കിലും അല്ലെങ്കിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഡിസിഷനിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഏത് ടെക്നിക്കാണ് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷനിൽ ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചാൽ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ആണ്. അപ്പോൾ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മളുടെ കയ്യിലുള്ള പൈസ നമ്മൾ എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യുന്നു, നമ്മൾ റിസ്ക് നോക്കുക, അല്ലെങ്കിൽ എന്താണ് ബിസിനസ്സുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ നോക്കുക. അത്തരത്തിൽ നമ്മൾ കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ടെക്നിക്കാണ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്. രണ്ടാമത്തെ ഡിസിഷന്റെ പേരാണ് ഫിനാൻസിങ് ഡിസിഷൻ. അപ്പോൾ നമുക്കറിയാം എന്താണ് ഫിനാൻസിങ് ഡിസിഷൻ. ഒരു ബിസിനസ്സിന് ഫണ്ടൊക്കെ ആവശ്യമുണ്ട് അല്ലെ, ഒരു ബിസിനസ് മുന്നോട്ട് പോകണമെങ്കിൽ അവർക്ക് ഒരുപാട് ഫണ്ടൊക്കെ ആവശ്യമുണ്ട്. അപ്പോൾ അത്തരത്തിൽ കൺസേൺഡ് വിത്ത് ഫിനാൻഷ്യൽ സ്ട്രക്ചർ ഓഫ് എ ഫേം ആണ്. ഒരു ബിസിനസിന്റെ ഫിനാൻഷ്യൽ സ്ട്രക്ചർ എങ്ങനെയാണ്, ഷെയർ ഇഷ്യൂ ചെയ്യണോ, ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യണോ, അതോ ബോൺസ് ഇഷ്യൂ ചെയ്യണോ, അല്ലെങ്കിൽ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റ്സ് ഇഷ്യൂ ചെയ്യണോ. അപ്പോൾ ഇതാണ് പ്രധാനമായിട്ടും നമ്മൾ ഫിനാൻസിങ് ഡിസിഷനിൽ പറയുന്നത്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഡിസിഷനാണ് ഫിനാൻസിങ് ഡിസിഷൻ. അവിടെ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ സ്ട്രക്ചറിനെ പറ്റിയാണ്. ഒരു ബിസിനസ്സിൽ ഏതൊക്കെ സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്യണം. മൂന്നാമത്തെ പ്രധാനപ്പെട്ട ഡിസിഷനാണ് ഡിവിഡൻഡ് ഡിസിഷൻ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ഡിവിഡൻഡ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ഷെയർ വാങ്ങിക്കുന്ന ഒരു ആരോ ആയിക്കോട്ടെ അവർക്ക് കിട്ടുന്ന റിവാർഡാണ് ഇത് ഡിവിഡൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ വളരെ പ്രധാനമായിട്ടും ഒരു ബിസിനസ് നോക്കുന്ന സമയത്ത് ഒരുപാട് ഷെയർ മേടിക്കുന്ന ഷെയർ ഹോൾഡേഴ്സ് കാണും. അപ്പോൾ അവർക്ക് നമ്മൾ എന്ത് കൊടുക്കണം, അവരുടെ റെമ്യൂണറേഷൻ നമ്മൾ എന്താ വിളിക്കുന്നത്, ഡിവിഡൻഡ് എന്നാ വിളിക്കുന്നത് അല്ലേ. അപ്പോൾ അത്തരത്തിൽ ഡിസിഷൻ റിലേറ്റിംഗ് ടു റീറ്റെയിൻ ഓർ ഡിസ്ട്രിബ്യൂട്ട് ഡിവിഡൻഡ്, അതായത് ഒരു ബിസിനസ് ചെയ്യുന്നയാൾ നിർബന്ധമായിട്ടും അറിയേണ്ട കാര്യം എന്താ, അയാൾക്ക് ലാഭം കിട്ടുവാണെങ്കിൽ എല്ലാ പൈസയും ഡിവിഡൻഡ് ആയിട്ട് കൊടുക്കണോ, അതോ റീറ്റെയിൻ ചെയ്യണോ, അതോ ബിസിനസ്സിൽ തന്നെ മാറ്റി വെച്ചിരിക്കണോ. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ബിസിനസ്സുമായി ബന്ധപ്പെട്ട ഒരു ഡിസിഷനാണ് ഡിവിഡൻഡ് ഡിസിഷൻ. കാരണം തീരുമാനം എന്ന് പറയുന്നത് കിട്ടുന്ന പ്രോഫിറ്റ് റീറ്റെയിൻ ചെയ്ത് വെക്കണോ, ബിസിനസ്സിൽ തന്നെ വെക്കണോ, അതോ ഡിവിഡൻഡ് ആയിട്ട് എന്താണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണോ. അതാണ് വളരെ പ്രധാനമായിട്ട് എവിടെ പറയുന്നത്, ഡിവിഡൻഡ് ഡിസിഷനിൽ പറയുന്നത്. നാലാമത്തെ സ്കോപ്പ് എന്ന് പറയുന്നത് വർക്കിംഗ് ക്യാപിറ്റൽ ഡിസിഷനാണ്.
നമുക്ക് എല്ലാവർക്കും അറിയാം വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ബിസിനസ്സിന് ഡേ ടു ഡേ ഉണ്ടാകുന്ന എക്സ്പെൻസ്, അതാണ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. നമുക്കറിയാം വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ കറണ്ട് അസറ്റിൽ നിന്നും കറണ്ട് ലയബിലിറ്റി കുറയ്ക്കുന്നതാണ് വർക്കിംഗ് ക്യാപിറ്റൽ. അപ്പോൾ അത്തരത്തിൽ നമുക്ക് വർക്കിംഗ് ക്യാപിറ്റൽ ഡിസിഷനും ഫിനാൻഷ്യൽ മാനേജ്മെന്റിന്റെ ഏരിയയിൽ വരുന്നതാണ്. അതായത് കൺസേൺഡ് വിത്ത് ഇൻവെസ്റ്റ്മെന്റ് ഇൻ കറണ്ട് അസറ്റ് ആൻഡ് കറണ്ട് ലയബിലിറ്റി. അതായത് നമ്മൾ കറണ്ട് അസറ്റിൽ എത്ര ഇൻവെസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ കറണ്ട് ലയബിലിറ്റിയിൽ എത്ര ഇൻവെസ്റ്റ് ചെയ്യണം, ഇതാണ് വളരെ പ്രധാനമായിട്ടും പറയുന്നത്. അപ്പോൾ നമ്മൾ പഠിച്ചത് ഫിനാൻഷ്യൽ മാനേജ്മെന്റിന്റെ സ്കോപ്പാണ്. നമ്മൾ പഠിച്ചത് ഫിനാൻഷ്യൽ മാനേജ്മെന്റിന്റെ ഒന്നാമത്തെ സ്കോപ്പ് എന്ന് പറയുന്നത് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ മേക്കിംഗ് ടെക്നിക്കാണ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്ന് പറയുന്നത്. രണ്ടാമത്തതാണ് ഫിനാൻസിംഗ് ഡിസിഷൻ. ഫിനാൻസിംഗ് ഡിസിഷൻ എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസിന്റെ ഫണ്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. മാത്രവുമല്ല മൂന്നാമത്തെ ഡിസിഷനാണ് ഡിവിഡൻഡ് ഡിസിഷൻ. അതായത് ഒരു ബിസിനസ്സിന് കിട്ടുന്ന പൈസ എത്ര റീറ്റെയിൻ ചെയ്ത് വെക്കണം, എത്ര അവർ സുരക്ഷിതമായിട്ട് വെക്കണം, അല്ലെങ്കിൽ എത്ര അവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം, അതാണ് ഡിവിഡൻഡ് ഡിസിഷനിൽ പറയുന്നത്. നാലാമത്തതാണ് വർക്കിംഗ് ക്യാപിറ്റൽ ഡിസിഷൻ എന്ന് പറയുന്നത്. അവിടെ പ്രധാനമായിട്ടും പറയുന്നത് എങ്ങനെയാ, ഒരു ബിസിനസ്സിന് എത്ര കറണ്ട് അസറ്റ് ഉണ്ട്, അല്ലെങ്കിൽ എത്ര കറണ്ട് ലയബിലിറ്റീസ് ഉണ്ട്, അതിനെപ്പറ്റിയാണ് വളരെ പ്രധാനമായിട്ടും പറയുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്ന അടുത്ത ഒരു ഏരിയ എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ ഫോർകാസ്റ്റിംഗ് ആണ്. അപ്പോൾ അടുത്ത വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയ എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ ഫോർകാസ്റ്റിംഗ് ആണ്. അപ്പോൾ ഫിനാൻഷ്യൽ ഫോർകാസ്റ്റിംഗിൽ എന്താണ് പറയുന്നതെന്ന് ചോദിച്ചാൽ നമുക്ക് എന്താണ്, പ്രൊവൈഡ് ഇൻഫർമേഷൻ റിഗാർഡിംഗ് ഫ്യൂച്ചർ ആസ്പെക്ട് ഓഫ് ബിസിനസ് ആണ്. ഒരു ബിസിനസിന്റെ ഭാവി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം. അപ്പം അത്തരത്തിൽ ഒരു ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻസ് പറയുന്നതാണ് എവിടെ പറയുന്നത്, ഈ ഫിനാൻഷ്യൽ ഫോർകാസ്റ്റിംഗിൽ പറയുന്നത്. അതായത് ഇറ്റ് പ്രൊവൈഡ് ഇൻഫർമേഷൻ റിഗാർഡിംഗ് ഫ്യൂച്ചർ ആസ്പെക്ട് ഓഫ് ബിസിനസ്. ഒരു ബിസിനസിന്റെ ഭാവിയിൽ എങ്ങനെയാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്, അതിന് വിളിക്കുന്ന പേരാണ് ഫിനാൻഷ്യൽ ഫോർകാസ്റ്റിംഗ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ഫിനാൻഷ്യൽ ഫോർകാസ്റ്റിംഗിൽ ഫ്യൂച്ചർ എസ്റ്റിമേറ്റഡ് on the basis of forecasted income statement. നമ്മൾ ഭാവിയിലൊക്കെ തന്നെ ബിസിനസ്സിനെ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു എസ്റ്റിമേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഫോർകാസ്റ്റിംഗ് ഇൻകം സ്റ്റേറ്റ്മെന്റ് ആണ്. ഒരു ബിസിനസ്സിന്റെ ഫോർകാസ്റ്റ് ചെയ്തിട്ടുള്ള ഇൻകം സ്റ്റേറ്റ്മെന്റ് നമ്മൾ തയ്യാറാക്കണം. മാത്രവുമല്ല ഫോർകാസ്റ്റ് ബാലൻസ് ഷീറ്റ് ആണ്, ഒരു ബിസിനസ്സിന്റെ ബാലൻസ് ഷീറ്റ് നമ്മൾ തയ്യാറാക്കണം. അപ്പോൾ ഫിനാൻഷ്യൽ ഫോർകാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താ, ഫിനാൻഷ്യൽ ഫോർകാസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊവൈഡ് ഇൻഫർമേഷൻ റിഗാർഡിംഗ് എന്താണ്, ഫ്യൂച്ചർ ആസ്പെക്ട് ഓഫ് ബിസിനസ്. ഒരു ബിസിനസ്സിന്റെ ഭാവി കാര്യങ്ങളെ പറ്റി പറയുന്ന ഒരു ആസ്പെക്ട് ആണ് ഫിനാൻഷ്യൽ ഫോർകാസ്റ്റിംഗ് എന്ന് പറയുന്നത്. മാത്രവുമല്ല ഫ്യൂച്ചർ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുന്നുണ്ട്, എസ്റ്റിമേറ്റ് ചെയ്യാൻ സാധിക്കുന്നു. എന്തിന്റെ അടിസ്ഥാനത്തിലാ, ഭാവിയിലേക്ക് നമ്മൾ തയ്യാറാക്കുന്ന ഫ്യൂച്ചർ ഇൻകം സ്റ്റേറ്റ്മെന്റിന്റെയും പിന്നെ ഏതാ ഫ്യൂച്ചറിലേക്ക് തയ്യാറാക്കുന്ന ഫോർകാസ്റ്റഡ് ബാലൻസ് ഷീറ്റിന്റെയും അടിസ്ഥാനത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, തയ്യാറാക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന അടുത്തൊരു ഏരിയ എന്ന് പറയുന്നത് മെത്തേഡ്സ് ഓഫ് ഫിനാൻഷ്യൽ ഫോർകാസ്റ്റിംഗ് ആണ്. നമുക്ക് എങ്ങനെ ഒരു ബിസിനസ്സിന്റെ ഭാവി കാര്യങ്ങൾ ഫോർകാസ്റ്റ് ചെയ്യാം. നമ്മളെല്ലാവരും ബിസിനസ് ചെയ്യുന്നുണ്ടെങ്കിൽ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ ഒക്കെ തന്നെ എന്താണ് വളരെ പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് അവർക്ക് എങ്ങനെ ഫോർകാസ്റ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അവിടെ നമ്മൾ പ്രധാനമായിട്ടും രണ്ട് ടെക്നിക്സ് ആണ് ഉപയോഗിക്കുന്നത്. ഒന്നെന്ന് പറയുന്നത് ക്വാളിറ്റേറ്റീവ് ടെക്നിക്സ് ആണ്. നമുക്ക് ചില കാര്യങ്ങൾ മെഷർ ചെയ്യാൻ സാധിക്കില്ല. ഇപ്പോൾ ഒരു ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ ഒപ്പീനിയൻസ് ആയിരിക്കും. ഇപ്പോൾ ഞാൻ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രോഡക്റ്റ് നമ്മൾ വിൽക്കണമെങ്കിൽ തീർച്ചയായിട്ടും കസ്റ്റമർ എന്ന് പറയുന്ന ആളാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ കസ്റ്റമർ ഈസ് ദ കിങ് ഇൻ ദ മാർക്കറ്റ് അല്ലേ. കസ്റ്റമർ ഉണ്ടെങ്കിൽ മാത്രമേ ആ പ്രോഡക്റ്റ് വിജയിക്കത്തുള്ളൂ. അപ്പോൾ സാധാരണ ചെയ്യുന്നത് എന്താ, ബിസിനസ്സുകാർ കസ്റ്റമറോട് ചോദിക്കാറുണ്ട് എന്താണ്, ഏത് പ്രോഡക്റ്റ് ആണ് നല്ലത്, അല്ലെങ്കിൽ ആ ഒപ്പീനിയൻസ് അനുസരിച്ച്. അപ്പോൾ അത്തരത്തിൽ നമുക്ക് എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ പണത്തിൽ അളക്കാൻ പറ്റാത്ത ടെക്നിക്സ് ആണ് ക്വാളിറ്റേറ്റീവ് ടെക്നിക്സ്. അപ്പോൾ അത്തരത്തിൽ നമുക്ക് ഒരു ബിസിനസിന്റെ ഫോർകാസ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒന്നാമത്തെ ടെക്നിക്കിന്റെ പേരാണ് എക്സിക്യൂട്ടീവ് ഒപ്പീനിയൻ. നമുക്ക് എല്ലാവർക്കും ആ വാക്കിൽ തന്നെ അറിയാം. എക്സിക്യൂട്ടീവ് ഒപ്പീനിയൻ എന്ന് പറഞ്ഞാൽ എന്താ, ഡിമാൻഡ് ഫോർകാസ്റ്റഡ് ഓൺ ദ ബേസിസ് ഓഫ് ഒപ്പീനിയൻ ഓഫ് എക്സ്പേർട്സ് ആണ്. നമുക്കറിയാൻ സാധിക്കും ഒരു ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ഏറ്റവും ടോപ്പായിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. ആരൊക്കെയാ, അവിടുത്തെ കീ സ്റ്റാഫ്. നമുക്കറിയാൻ സാധിക്കും ഏറ്റവും പ്രധാന CEO അല്ലെങ്കിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അല്ലെങ്കിൽ എന്താണ് അവിടുത്തെ മാനേജർ, ജനറൽ മാനേജർ എന്നൊക്കെ പറയുന്ന ആൾക്കാർ എന്താ, അവിടുത്തെ എക്സിക്യൂട്ടീവ്സ് ആണ്. അപ്പോൾ അത്തരത്തിൽ എക്സിക്യൂട്ടീവ്സിന്റെ ഒപ്പീനിയൻസ് നോക്കും. അത് വെച്ചുകൊണ്ട് ഡിമാൻഡ് ഫോർകാസ്റ്റ് ചെയ്യുന്നു. അല്ലെങ്കിൽ ഭാവിയിൽ എത്ര ഫിനാൻസ് വേണമെന്ന് നമ്മൾ ഫോർകാസ്റ്റ് ചെയ്യുന്നു. അല്ലെങ്കിലോ എക്സ്പേർട്ട് അല്ലെങ്കിൽ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ അത്തരത്തിൽ നമ്മൾ ഡേറ്റ കളക്ട് ചെയ്യുവാണെങ്കിൽ അതിന് വിളിക്കുന്ന പേരാണ് എക്സിക്യൂട്ടീവ് ഒപ്പീനിയൻ എന്ന് പറയുന്നത്.
രണ്ടാമത്തെ മെത്തേഡാണ് മാർക്കറ്റ് റിസർച്ച് ആണ്. അപ്പം നമുക്കറിയാൻ സാധിക്കും, ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്കറിയാം റിസർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് എന്താണ് ഫർദർ ഇൻവെസ്റ്റിഗേഷൻസ് ആണ്. അപ്പോൾ അതുപോലെ മാർക്കറ്റിൽ ഉണ്ടാകുന്ന ട്രെൻഡാണ് ഇപ്പോഴത്തെ ഒരു ബിസിനസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ലേറ്റസ്റ്റ് ആയിട്ടുള്ള മാർക്കറ്റിംഗ് ട്രെൻഡ്സ് എന്താണ്. അപ്പോൾ അത് നമുക്ക് എങ്ങനെയാണ് ഡിമാൻഡ് ഫോർകാസ്റ്റഡ് ത്രൂ കണ്ടക്ടിങ് റിസർച്ച് ആണ്. നമുക്ക് പുതിയ റിസർച്ചിലൂടെ ഒരുപാട് കാര്യങ്ങളെ പറ്റി നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇനി മൂന്നാമത്തെ മെത്തേഡാണ് ഡെൽഫി മെത്തേഡ്. ഡെൽഫി മെത്തേഡ് എന്ന് പറയുന്നതും വളരെ പ്രധാനമായിട്ടും നമ്മുടെ ക്വാളിറ്റേറ്റീവ് മെത്തേഡ്സിൽ ഉപയോഗിക്കുന്നതാണ്. അതായത് ലോങ് ടേം ഫോർകാസ്റ്റിംഗ്. ഒരു ബിസിനസ്സിന് നമുക്ക് ഭാവിയിൽ ഇനിയും മുന്നോട്ട് കൊണ്ടുപോകണം. അപ്പോൾ അത്തരത്തിൽ നമുക്ക് ഭാവിയിലേക്ക് കൊണ്ടുപോകാൻ ഉപയോഗിക്കുന്ന ടെക്നിക്കാണ് ഈ ഡെൽഫി മെത്തേഡ് എന്ന് പറയുന്നത്. മാത്രവുമല്ല ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഒപ്പീനിയൻ ഓഫ് വേരിയസ് എക്സ്പേർട്സ് ആണ്. അതായത് ഏറ്റവും എക്സ്പേർട്ട് ആയിട്ടുള്ള അല്ലെങ്കിൽ മാർക്കറ്റിംഗ് മേഖലയിൽ തന്നെ അല്ലെങ്കിൽ ഫിനാൻസുമായി ബന്ധപ്പെട്ട് ഒരുപാട് ബിസിനസ്സുകൾ ചെയ്യുന്ന ടോപ്പായിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള എക്സ്പേർട്ട് ആൾക്കാരുടെ ഒപ്പീനിയൻസ് അവർ കളക്ട് ചെയ്തിട്ടോ അത് വെച്ചുകൊണ്ട് നമ്മൾ ബിസിനസ്സിനെ ഫോർകാസ്റ്റ് ചെയ്യും. അതാണ് നമ്മൾ വിളിക്കുന്ന ഡെൽഫി മെത്തേഡ് എന്ന് നമ്മൾ പറയുന്നത്. ഇനി നാലാമത്തതാണ് സെയിൽസ് ഫോഴ്സ് പോളിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിമാൻഡ് എസ്റ്റിമേറ്റഡ് ഓൺ ദ ബേസിസ് ഓഫ് ഒപ്പീനിയൻ ഓഫ് കസ്റ്റമേഴ്സ് ആണ്. അതായത് ഒരു സെയിൽസ്മാൻ്റെ അടുത്ത് കുറേ കസ്റ്റമേഴ്സ് വരുമ്പോൾ ഈ കസ്റ്റമറുടെ ഒപ്പീനിയൻ നമ്മൾ നോക്കും. ഒരു പ്രോഡക്റ്റ് നമ്മൾ മാർക്കറ്റിലേക്ക് എത്തിക്കുന്ന സമയത്ത് കസ്റ്റമേഴ്സിനോട് ചോദിച്ചിട്ട് അതിൻ്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ എന്താണ് അല്ലെങ്കിൽ ആ പ്രോഡക്റ്റിൻ്റെ പോരായ്മ എന്താണ്, അത് വെച്ചുകൊണ്ട് എന്താണ് നമുക്ക് പ്രോഡക്റ്റ് മാനുഫാക്ചർ ചെയ്യാൻ പറ്റുമെങ്കിൽ അതിന് വിളിക്കുന്ന പേരാണെന്ത് സെയിൽസ് ഫോഴ്സ് ഫോർകാസ്റ്റിംഗ്. അപ്പോൾ നമ്മൾ പഠിച്ചത് ക്വാളിറ്റേറ്റീവ് ടെക്നിക്കാണ്. പണത്തിൽ അളക്കാൻ പറ്റാത്ത ടെക്നിക്കാണ് ക്വാളിറ്റേറ്റീവ് ടെക്നിക്ക്. അതിൽ പ്രധാനമായിട്ടുമുള്ളത് എക്സിക്യൂട്ടീവ് ഒപ്പീനിയൻ ആണ്. എക്സിക്യൂട്ടീവ് ഒപ്പീനിയൻ എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ്സിലെ തന്നെ ഏറ്റവും ടോപ്പായിട്ടുള്ള ആൾക്കാരുടെ അഭിപ്രായമാണുള്ളത്. രണ്ടാമത്തതാണ് മാർക്കറ്റ് റിസർച്ച്. നമുക്കറിയാൻ സാധിക്കും പുതിയ റിസർച്ചിലൂടെ നമ്മൾ ഡിമാൻഡിനെ ഫോർകാസ്റ്റ് ചെയ്യുന്നു. മാത്രവുമല്ല ഡെൽഫി മെത്തേഡ് നമുക്കറിയാൻ സാധിക്കും പല മേഖലകളിലുള്ള എക്സ്പേർട്സ് ഉണ്ട്, അവരുടെയൊക്കെ ഒപ്പീനിയൻസ് നമ്മൾ എന്ത് ചെയ്യുന്നു അറിയുന്നു. മാത്രവുമല്ല സെയിൽസ് ഫോഴ്സ് പോളിംഗ് നമുക്കറിയാൻ സാധിക്കും ഒരു കസ്റ്റമർ ഒരു ബിസിനസ്സിലേക്ക് വരുന്ന കസ്റ്റമേഴ്സിന്റെ ഒപ്പീനിയൻസ് അനുസരിച്ചുകൊണ്ട് നമ്മൾ കളക്ട് ചെയ്താൽ അതാണ് ഏത് സെയിൽസ് ഫോഴ്സ് പോളിംഗ് എന്ന് നമ്മൾ പറയുന്നു. അപ്പോൾ നമ്മൾ ക്വാളിറ്റേറ്റീവ് കഴിഞ്ഞു. ഇനി നമ്മൾ പോകാൻ പോകുന്ന അടുത്തൊരു ഏരിയയാണ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ്. നമുക്കറിയാൻ സാധിക്കും ഡിമാൻഡിനെ ഫോർകാസ്റ്റ് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യാം, ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള ടെക്നിക്സ് ഉപയോഗിക്കാം. അതായത് പണത്തിൽ അളക്കാവുന്ന കുറേ ടെക്നിക്സ് ഉണ്ട്. നമുക്ക് നോക്കാം ഏതൊക്കെയാണെന്ന്. ഒന്നാമത്തതിൻ്റെ പേരാണ് കോഷൽ മെത്തേഡ്. കോഷൽ മെത്തേഡ് എന്താണെന്ന് ചോദിച്ചാൽ കോസ് ആൻഡ് ഇഫക്റ്റ് ഓഫ് എ പ്രോബ്ലം ആണ്. ഇപ്പം നമ്മളൊരു ബിസിനസ് ചെയ്യും. ആ ബിസിനസ് ചെയ്യുമ്പോൾ എന്തുകൊണ്ടാണ് ആ ബിസിനസ്സിൽ ഉണ്ടാകുന്ന പോരായ്മ എന്താണ്, അല്ലെങ്കിൽ ആ ബിസിനസ്സിന്റെ പ്രോഫിറ്റ് ഇത്ര കൂടുന്നില്ല, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ആ ബിസിനസ് സെയിൽസ് കുറയാൻ കാരണം. അപ്പോൾ അത്തരത്തിൽ ഒരു കാര്യം കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ മാത്തമാറ്റിക്കലായിട്ട് ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ് ഈ കോഷൽ മെത്തേഡ് എന്ന് പറയുന്നത്. നമുക്കറിയാം റിഗ്രഷൻ ടെക്നിക്സ് നമ്മൾ സ്റ്റാറ്റിലൊക്കെ പഠിച്ചുകൊണ്ട് റിഗ്രഷൻ എന്തിനാണ് സൂചിപ്പിക്കുന്നത്, പ്രധാനമായിട്ടും നമ്മൾ ഇപ്പം പ്രോഫിറ്റ് കുറയുന്നു അല്ലെങ്കിൽ സെയിൽസ് ഇത്ര കൂടി. അപ്പോൾ അത്തരത്തിൽ റിഗ്രഷനിലൂടെ നമുക്കറിയാൻ സാധിക്കും എന്തുകൊണ്ടാണ് പ്രോഫിറ്റ് കുറഞ്ഞത് കൊണ്ട് ഇത്ര സെയിൽസിൽ വ്യത്യാസം ഉണ്ടായത്. അപ്പോൾ ഇതൊക്കെ നമുക്ക് അറിയണമെങ്കിൽ എന്താണ് ഈ കോഷൽ മെത്തേഡ് ഉപയോഗിക്കുക. അപ്പോൾ കോഷൽ മെത്തേഡിൽ പ്രധാനമായിട്ടും പറയുന്നത് എന്താ, കോസ് ആൻഡ് ഇഫക്റ്റ് റിലേഷൻഷിപ്പ്. അതായത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് അല്ലെങ്കിൽ എന്ത് കാരണം കൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായത്. രണ്ടാമത്തതാണ് സിമ്പിൾ ലീനിയർ റിഗ്രഷൻ ആണ്. അതായത് ഇറ്റ് എസ്റ്റിമേറ്റ് സ്റ്റഡി അബൌട്ട് 2 വേരിയബിൾസ്. നമുക്കറിയാൻ സാധിക്കും 2 വേരിയബിൾസ് അല്ലെങ്കിൽ എക്സ് ആൻഡ് വൈ എന്ന് പറഞ്ഞാൽ പർട്ടിക്കുലർ ആയിട്ടുള്ള ഏതെങ്കിലും 2 പ്രോഡക്റ്റുകളുടെ ആ ഒരു ആക്ടിവിറ്റീസ് വെച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്നതാണ് സിമ്പിൾ ലീനിയർ റിഗ്രഷൻ എന്ന് പറയുന്നത്. 2 വേരിയബിൾസ് വെച്ചുകൊണ്ട് നമ്മൾ എന്താണ് പ്രോഡക്റ്റിനെ എസ്റ്റിമേറ്റ് ചെയ്യുന്നു. അടുത്തതാണ് മൾട്ടിപ്പിൾ റിഗ്രഷൻ. മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് മോർ ദാൻ 2 വേരിയബിൾസ് ആണ്. നമുക്കറിയാൻ സാധിക്കും 2ൽ കൂടുതൽ നമ്മൾ എന്ത് ചെയ്യുന്നു വേരിയബിൾസ് വെച്ചുകൊണ്ട് നമ്മൾ സ്റ്റഡി ചെയ്താൽ അതിനെ വിളിക്കുന്ന പേരാണ് മൾട്ടിപ്പിൾ റിഗ്രഷൻ എന്ന് പറയുന്നത്. നമുക്കറിയാം നാലാമത്തെ പണത്തിൽ അളക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവായിട്ട് അസസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ടൈം സീരീസ്. നമുക്കറിയാൻ സാധിക്കും ടൈം സീരീസിൽ പ്രധാനമായിട്ടും പറയുന്നത് എന്താ, സീരീസ് ഓഫ് ആക്ടിവിറ്റീസ് ആണ്. കുറേ ആക്ടിവിറ്റീസിലൂടെ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ സാധിക്കുന്നു, ഫ്യൂച്ചർ ഡിമാൻഡ്. അതായത് ഇപ്പോൾ നമ്മൾ പ്രോഡക്റ്റ് മാനുഫാക്ചർ ചെയ്യുന്നു, അപ്പം കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഇവാലുവേറ്റ് ചെയ്തുകൊണ്ട് സീരീസ് ഓഫ് ആക്ടിവിറ്റീസിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ
അതാണ് ടൈം സീരീസ് എന്ന് പറയുന്നത്. അപ്പോൾ ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്സ് എന്ന് പറഞ്ഞാൽ പണത്തിൽ അളക്കാവുന്ന മെത്തേഡ്സ് ആണ്. അവിടെ വരുന്ന ഒന്നാമത്തെ മെത്തേഡ് കോഷൽ മെത്തേഡാണ്. കോഷൽ മെത്തേഡിൽ പ്രധാനമായിട്ടും പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കോസ് ആൻഡ് ഇഫക്റ്റ് റിലേഷൻഷിപ്പ് ആണ്. മാത്രവുമല്ല രണ്ടാമത്തെ മെത്തേഡാണ് സിമ്പിൾ ലീനിയർ റിഗ്രഷൻ. അവിടെ പ്രധാനമായിട്ടും പറയുന്നത് രണ്ട് വേരിയബിൾസ് വെച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, പ്രോഡക്റ്റിന്റെ ഡിമാൻഡ് എസ്റ്റിമേറ്റ് ചെയ്യുന്നു. മൂന്നാമത്തെന്ന് പറയുന്നത് മൾട്ടിപ്പിൾ റിഗ്രഷൻ ആണ്. രണ്ടോ അതിൽ കൂടുതലോ നമ്മൾ വേരിയബിൾസ് വെച്ചുകൊണ്ട് സ്റ്റഡി ചെയ്യുന്നു. ടൈം സീരീസ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ കൂടുതൽ ആക്ടിവിറ്റീസിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഡിമാൻഡ് എസ്റ്റിമേറ്റ് ചെയ്യുന്നു. അടുത്ത ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് ഫിനാൻഷ്യൽ പ്ലാനിംഗ് എന്ന് പറയുന്നത്. നമ്മൾ മാനേജ്മെന്റിൽ പഠിച്ചിട്ടുണ്ട് പ്ലാനിംഗ് എന്ന് പറയുന്നത് ഒരു ബിസിനസിന്റെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫംഗ്ഷനാണ്, അല്ലെങ്കിൽ പ്രൈമറി ഫംഗ്ഷൻ എന്ന് വിളിക്കാം. അപ്പോൾ ഫിനാൻഷ്യൽ പ്ലാനിംഗ് ആണ് നമ്മൾ പ്രധാനമായിട്ടും നോക്കേണ്ട ഒരു കാര്യം. ഫിനാൻഷ്യൽ പ്ലാനിംഗ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാൻ സാധിക്കും ആപ്ലിക്കേഷൻ ഓഫ് പ്ലാനിംഗ് ഫംഗ്ഷൻ ഇൻ ഫിനാൻസ് ആണ്. ഫിനാൻസിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, പ്ലാനിംഗ് ഫംഗ്ഷൻ ഉപയോഗിക്കുന്നു അല്ലെ. ഭാവിയിലെ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഫിനാൻസ് വഴി നമ്മൾ അറിയുന്നു. അല്ലെങ്കിൽ ബിസിനസ്സിന് ഭാവിയിൽ എത്രത്തോളം ഫണ്ട് വേണമെന്ന് നമ്മൾ കണ്ടുപിടിക്കുന്നു. ഡിസൈഡിങ് ഇൻ അഡ്വാൻസ് ക്വാണ്ടം ഓഫ് ക്യാപിറ്റൽ നീഡഡ്, അതായത് ഒരു ബിസിനസ്സിന് എത്ര രൂപയുടെ ക്യാപിറ്റൽ ആണ് ആവശ്യമുള്ളത്. മാത്രവുമല്ല ആൻഡ് ഇറ്റ്സ് കോമ്പോസിഷൻ, ഈ ക്യാപിറ്റൽ എങ്ങനെ സമാഹരിക്കാം, ഷെയർ ഇഷ്യൂ ചെയ്യണോ, ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യണോ, അതോ ബോൺസ് ഇഷ്യൂ ചെയ്യണോ. അപ്പോൾ അത്തരത്തിൽ ഒരു ബിസിനസ്സിന് വേണ്ട ക്യാപിറ്റലിന്റെ ക്വാണ്ടം, അതിന്റെ അളവ് എത്രയാണ്, അതിന്റെ കോമ്പോസിഷൻ, അത് എങ്ങനെ നമുക്കത് കളക്ട് ചെയ്യാൻ സാധിക്കുന്നു, ഇതാണ് പ്രധാനമായിട്ടും ഫിനാൻഷ്യൽ പ്ലാനിങ്ങിൽ പറയുന്നത്. മാത്രവുമല്ല ഇവിടെ പ്രധാനമായിട്ടും ഉള്ളത് ഏതൊക്കെയാ, ക്വാണ്ടം ഓഫ് ക്യാപിറ്റലൈസേഷൻ, ടോട്ടൽ നമുക്ക് എത്ര ക്യാപിറ്റൽ കളക്ട് ചെയ്യാൻ സാധിക്കുന്നു. രണ്ടാമത്തെയോ കോമ്പോസിഷൻ ഈസ് ക്യാപിറ്റൽ സ്ട്രക്ചർ. അപ്പോൾ അവിടെ ക്വാണ്ടം എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് എത്രത്തോളം ക്വാണ്ടിറ്റി അളവിൽ ക്യാപിറ്റൽ വേണം. പിന്നെയോ കോമ്പോസിഷൻ എന്ന് പറയുന്നത് എന്താണ്, ക്യാപിറ്റൽ സ്ട്രക്ചർ ആണ്. നമുക്കറിയാൻ സാധിക്കും ഒരു ബിസിനസ്സിൽ ഏതൊക്കെ ഫോമിൽ, അതായത് നമുക്ക് ഏതൊക്കെ രീതിയിൽ പ്രിഫറൻസ് വേണോ, ഇക്വിറ്റി വേണോ, അല്ലെങ്കിൽ ഓൺഡ് ക്യാപിറ്റൽ വേണോ, ബോറോഡ് അപ്പോൾ അത്തരത്തിൽ നമ്മൾ കളക്ട് ചെയ്യുന്ന ഒരു ഏരിയയും കൂടെ ആണത്. അപ്പോൾ ഇനി നമ്മൾ നോക്കാൻ പോകുന്ന വളരെ പ്രധാനപ്പെട്ട, അപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്, എന്താണ് ക്യാപിറ്റലൈസേഷൻ എന്നുള്ളത്. അപ്പോൾ ക്യാപിറ്റലൈസേഷൻ എന്ന് പറഞ്ഞാൽ ടോട്ടൽ എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ എംപ്ലോയിഡ് ഇൻ ബിസിനസ്. ഒരു ബിസിനസ്സിലേക്ക് നമ്മൾ ഉപയോഗിക്കുന്ന ടോട്ടൽ ക്യാപിറ്റലിനെ വിളിക്കുന്ന പേരാണെന്ത്, ക്യാപിറ്റലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഫിനാൻഷ്യൽ പ്ലാനിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ബിസിനസ്സിനെ പ്ലാൻ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻസിനെ വിളിക്കുന്ന പേരാണെന്ത്, നമ്മൾ ഫിനാൻഷ്യൽ പ്ലാനിംഗ് എന്ന് പറയുന്നത്. നമ്മൾ ഭാവിയിൽ ഒരു ബിസിനസ്സിന് എത്രത്തോളം എന്താണ് നമുക്ക് സെക്യൂരിറ്റീസ് വേണം, ഇതൊക്കെ കണ്ടുപിടിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്നത് ഫിനാൻഷ്യൽ പ്ലാനിംഗ് ആണ്. അവിടെ പ്രധാനമായിട്ടും ഉള്ളത് ക്വാണ്ടം ഓഫ് ക്യാപിറ്റൽ ആണ്. നമുക്ക് എത്രത്തോളം നമുക്ക് ക്യാപിറ്റൽ ആവശ്യമുണ്ട്, അതിന്റെ കോമ്പോസിഷൻ എങ്ങനെയാണ്, ഇതെല്ലാം കണ്ടുപിടിക്കുന്നതാണ്. അതിനുശേഷം നമ്മൾ ക്യാപിറ്റലൈസേഷൻ പഠിച്ചു. ക്യാപിറ്റലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ടോട്ടൽ എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ എംപ്ലോയിഡ് ഇൻ ബിസിനസ്. ഒരു ബിസിനസ്സിലേക്ക് ടോട്ടലായിട്ട് നമ്മൾ എംപ്ലോയ് ചെയ്യുന്ന എമൗണ്ടിനെ വിളിക്കുന്ന പേരാണെന്ത്, ക്യാപിറ്റലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഫിനാൻഷ്യൽ പ്ലാനിങ്ങിന്റെ ഒബ്ജക്റ്റീവ്സ് ആണ് അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിന്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു ഡിറ്റർമിൻ ക്യാപിറ്റൽ റിക്വയർമെന്റ് ആണ്. നമുക്കറിയാം ഒരു ബിസിനസ് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് എത്രത്തോളം ക്യാപിറ്റലിന്റെ ആവശ്യമുണ്ട്, അല്ലെങ്കിൽ ക്യാപിറ്റൽ റിക്വയർമെന്റ് എത്രയാണ്, അതാണ് പ്രധാനമായിട്ടും ഫിനാൻഷ്യൽ പ്ലാനിങ്ങിന്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് ടു ഡിറ്റർമിൻ ക്യാപിറ്റൽ സ്ട്രക്ചർ ആണ്. ഒരു ബിസിനസ്സിന് എത്രത്തോളം രീതിയിൽ ക്യാപിറ്റൽ സ്ട്രക്ചർ ആവശ്യമുണ്ട്, അതെങ്ങനെ ക്യാപിറ്റൽ സ്ട്രക്ചർ വേണം, ഡെപ്റ്റ് എത്ര വേണം, ഇക്വിറ്റി എത്ര വേണം, അല്ലെങ്കിൽ എത്രത്തോളം നമ്മൾ പ്രൊപ്പോർഷൻ ആയിട്ട് നമ്മൾ ക്യാപിറ്റൽ നമുക്ക് ആവശ്യമുണ്ട്. മാത്രവുമല്ല ടു ഡിറ്റർമിൻ ഫിനാൻഷ്യൽ പോളിസി. നമുക്കറിയാം ഒരു ബിസിനസിന്റെ സാമ്പത്തികപരമായിട്ടുള്ള നയങ്ങൾ നമ്മൾ എങ്ങനെ കൈകാര്യം ചെയ്യണം, ഇതൊക്കെ നമുക്ക് എന്താണ് ഫിനാൻഷ്യൽ പ്ലാനിംഗ് വഴി അറിയാൻ സാധിക്കുന്നുണ്ട്. മാത്രവുമല്ല മാക്സിമം യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സ്. നമുക്ക് എല്ലാ റിസോഴ്സുകളെയും എന്ത് ചെയ്യാൻ പറഞ്ഞു, മാക്സിമം നമുക്ക് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ അതിൽ ഒന്നാമത്തെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ എത്രത്തോളം ക്യാപിറ്റൽ റിക്വയർമെന്റ്സ് നമുക്ക് വേണം. രണ്ടാമത്തെയോ ക്യാപിറ്റൽ സ്ട്രക്ചർ എങ്ങനെയാണ് അത് നമ്മൾ അറിയണം. മാത്രവുമല്ല ഫിനാൻഷ്യൽ പോളിസി, ബിസിനസിന്റെ പോളിസികളൊക്കെ എങ്ങനെയാണ്. മാത്രവുമല്ല മാക്സിമം യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സുകളെ നമ്മൾ എങ്ങനെയാണ് മാക്സിമം നമ്മൾ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യണം, ഇതിനൊക്കെ സഹായിക്കുന്നുണ്ട്. ഇനി നമുക്ക് എക്സാമിനൊക്കെ തന്നെ ചോദിക്കുന്ന വളരെ വളരെ പ്രധാനപ്പെട്ട കൺഫ്യൂസിംഗ് ആയിട്ടുള്ള കുറേ 3 ടേമുകളാണ്. കാരണം ഈ ഭാഗത്ത് നിന്നും ഒരുപാട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. അതിൽ ഒന്നാമതൊരു ടേമാണ് ക്യാപിറ്റലൈസേഷൻ, ക്യാപിറ്റൽ സ്ട്രക്ചർ, ഫിനാൻഷ്യൽ സ്ട്രക്ചർ എന്നിങ്ങനെ ഈ 3 ടേമുകൾ എപ്പോഴും കൺഫ്യൂസിംഗ് ആയിട്ടുള്ള 3 ടേമുകളാണ്. അപ്പോൾ ക്യാപിറ്റലൈസേഷൻ എന്ന് ചോദിച്ചാൽ
ക്വാണ്ടിറ്റേറ്റീവ് ആസ്പെക്റ്റ് ആണ്. എപ്പോഴും ഓർത്ത് വെച്ചോണം, ക്യാപിറ്റലൈസേഷൻ എന്ന് പറഞ്ഞാൽ ക്വാണ്ടിറ്റേറ്റീവ് ആണ്. ക്വാണ്ടിറ്റേറ്റീവ് വെച്ചാൽ നമുക്ക് അളക്കാൻ പറ്റുന്നതാണ്. ഓഫ് ഫിനാൻഷ്യൽ പ്ലാനിങ്, ഫിനാൻഷ്യൽ പ്ലാനിങ്ങുമായി ബന്ധപ്പെട്ട ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള പ്ലാനിങ്ങിനെ വിളിക്കുന്ന പേരാണെന്ത്, നമ്മൾ ക്യാപിറ്റലൈസേഷൻ എന്ന് പറയുന്നത്. രണ്ടാമത്തെ ടേമാണ് ക്യാപിറ്റൽ സ്ട്രക്ചർ. ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ക്വാളിറ്റേറ്റീവ് ആസ്പെക്റ്റ് ആണ്. അതായത് ഫിനാൻഷ്യൽ ആയിട്ട് നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ നമ്മൾ അവിടെ ഉപയോഗിക്കുന്ന ക്വാളിറ്റേറ്റീവ് ടെക്നിക്കാണ്. ക്വാളിറ്റേറ്റീവ് എന്ന് പറഞ്ഞാൽ നമുക്ക് എത്രത്തോളം ഫണ്ട് ആവശ്യമുണ്ട്, അതിൻ്റെ പ്രൊപ്പോർഷൻ എങ്ങനെയാണ്. അപ്പോൾ ക്യാപിറ്റലൈസേഷൻ ഒരു ക്വാണ്ടിറ്റേറ്റീവ് ആണ്. ബട്ട് എന്താണ്, ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള ആസ്പെക്റ്റ് ആണ്. മാത്രവുമല്ല, നമുക്ക് ഈ ക്യാപിറ്റൽ സ്ട്രക്ചർ വഴി കൈൻഡ്സ് ഓഫ് സെക്യൂരിറ്റി, ഒരു ബിസിനസ്സിൽ നമുക്ക് ഏതൊക്കെ സെക്യൂരിറ്റി വേണം, പ്രിഫറൻസ് ഷെയർ വേണോ, ഇക്വിറ്റി വേണോ, ഡിബഞ്ചർ വേണോ, ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റ്സ് വേണോ, മാത്രവുമല്ല പ്രൊപ്പോർഷണേറ്റ് എമൗണ്ട്, അതിൻ്റെ ആനുപാതികം എങ്ങനെയാണ്, അത് കണ്ടുപിടിക്കാനാണ് പ്രധാനമായിട്ടും നമ്മൾ ഈ ക്യാപിറ്റൽ സ്ട്രക്ചർ ഉപയോഗിക്കുന്നത്. ഇനി ഫിനാൻഷ്യൽ സ്ട്രക്ചർ ആണ്. ഫിനാൻഷ്യൽ സ്ട്രക്ചർ എന്ന് ചോദിച്ചാൽ എൻറ്റയർ ലയബിലിറ്റി സൈഡ് ഓഫ് ബാലൻസ് ഷീറ്റ് ആണ്. ഒരു ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിൽ വരുന്ന എല്ലാ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ എല്ലാ ഐറ്റത്തിനെയും നമുക്ക് എന്തെന്ന് വിളിക്കാം, ഫിനാൻഷ്യൽ സ്ട്രക്ചർ എന്ന് വിളിക്കാം. മാത്രവുമല്ല ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ഫണ്ടാണ്. നമുക്കറിയാം, ഒരു ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റി സൈഡ് എടുത്താൽ ഷോർട്ട് ടേം ഫണ്ടും ഉണ്ട്, ലോങ് ടേം ഫണ്ടും ഉണ്ട്. അപ്പോൾ അത്തരത്തിൽ ഷോർട്ട് ടേമും ലോങ് ടേമും വന്നാൽ നമുക്കതിനെ എന്തെന്ന് വിളിക്കാം, അതിനെ ഫിനാൻഷ്യൽ സ്ട്രക്ചർ എന്ന് വിളിക്കാം. അപ്പോൾ ഇവിടുന്ന് ഉറപ്പായിട്ടും നമുക്ക് എക്സാമിന് ചോദിക്കുന്ന 3 ഭാഗങ്ങളിൽ ഒന്ന് ക്യാപിറ്റലൈസേഷൻ ആണ്. ക്യാപിറ്റലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, അതൊരു ക്വാണ്ടിറ്റേറ്റീവ് ആസ്പെക്റ്റ് ആണ്. ഇനി ക്യാപിറ്റൽ സ്ട്രക്ചറോ ഒരു ക്വാളിറ്റേറ്റീവ് ആസ്പെക്റ്റ് ആണ്. മാത്രവുമല്ല ഫിനാൻഷ്യൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ എന്താ, എൻറ്റയർ ലയബിലിറ്റി സൈഡ് ഓഫ് ബാലൻസ് ഷീറ്റ്. ഒരു ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡിൽ വരുന്ന ഷോർട്ട് ടൈം വരാം, ലോങ് ടൈം വരാം, ഇതെല്ലാം ഫിനാൻഷ്യൽ സ്ട്രക്ചർ ആണ്. ഇനി നമ്മൾ ഫിനാൻഷ്യലി നമ്മൾ പ്ലാൻ ചെയ്യും, ഒരു ബിസിനസ്സിൽ എത്രത്തോളം ഫണ്ട് വേണം, അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ ഫണ്ട് ചെയ്യണം, അതിനൊക്കെ കുറേ സ്റ്റെപ്സ് ഉണ്ട്, അല്ലെങ്കിൽ കുറേ പ്രൊസീജിയേഴ്സ് ഉണ്ട്. അപ്പം നമ്മളൊരു ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ഫിനാൻഷ്യലി പ്ലാൻ ചെയ്യുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന സ്റ്റെപ്സ് എന്ന് പറയുന്നത്, ഒന്നാമത്തെ സ്റ്റെപ്പാണ് ഡിറ്റർമിനിങ് കറണ്ട് ഫിനാൻഷ്യൽ പൊസിഷൻ. ഏത് ബിസിനസ് ആണോ ആ ബിസിനസ് ഫിനാൻഷ്യലി പ്ലാൻ ചെയ്യുമ്പോൾ അവർ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ അവരുടെ ഇപ്പോഴത്തെ പൊസിഷൻ എങ്ങനെയാണ്. അല്ലാതെ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, പണ്ട് ബിസിനസ് ടോപ്പ് ആയിരുന്നെന്നും പറഞ്ഞ് ഇപ്പം ഒരുപക്ഷെ എന്തായിരിക്കാം, ബിസിനസ് ലോസിലായിരിക്കാം. ഇപ്പം ബിസിനസ് ലോസിലാണെങ്കിൽ അവരുടെ ഇപ്പോഴത്തെ പൊസിഷൻ എന്താണോ അതനുസരിച്ച് അവർ പ്ലാൻ ചെയ്യാവൂ. രണ്ടാമത്തേതാണ് ഡിറ്റർമിൻ ക്യാപിറ്റൽ സ്ട്രക്ചർ. നമുക്കറിയാം എത്രത്തോളം ക്യാപിറ്റൽ അവർക്ക് ആവശ്യമുണ്ട്, എത്രത്തോളം മിക്സ് ഓഫ് സെക്യൂരിറ്റീസ്, അല്ലെങ്കിൽ ഡെപ്റ്റ് എത്ര വേണം, അല്ലെങ്കിൽ ഇക്വിറ്റി എത്ര വേണം, നമുക്കതെല്ലാം അറിയാൻ സാധിക്കുന്നു. മാത്രവുമല്ല ഐഡന്റിഫൈയിങ് ഓൾട്ടർനേറ്റീവ് കോഴ്സ് ഓഫ് ആക്ഷൻ, നമ്മൾ അതിനുവേണ്ടി എന്ത് ചെയ്യുന്നു, ഐഡന്റിഫൈ ചെയ്യുന്നു. ഫണ്ടുകൾ നമുക്ക് എവിടെ നിന്നാണ് കളക്ട് ചെയ്യാം, അത് എത്രത്തോളം നമുക്ക് ആവശ്യമുണ്ട്, ഇതെല്ലാം നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. മാത്രവുമല്ല ഇവാലുവേഷൻ ഓഫ് ഓൾട്ടർനേറ്റീവ്സ്, നമ്മൾ അതിനെ ഇവാലുവേറ്റ് ചെയ്യുക, കൃത്യമായിട്ട് എന്താ അതിനെപ്പറ്റി നമുക്ക് പഠിക്കാം. അത് മാത്രവുമല്ല ഇംപ്ലിമെൻറ്റിങ് ഫിനാൻഷ്യൽ ആക്ഷൻ, അത്തരത്തിൽ നമ്മളെല്ലാം ഇവാലുവേറ്റ് ചെയ്തെങ്കിൽ നമ്മൾ ആ പ്ലാൻ ചെയ്തതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു. മാത്രവുമല്ല അതിൻ്റെ ഏറ്റവും അവസാനത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്, റിവ്യൂ ഫിനാൻഷ്യൽ പ്ലാൻ ആണ്. നമുക്കറിയാം നമ്മൾ ചെയ്തിരിക്കുന്നത് എല്ലാ സ്റ്റെപ്പുകളും കറക്റ്റ് ആണോ, അല്ലെങ്കിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തതിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ, അത് കണ്ടുപിടിക്കുന്നതാണ്. അപ്പോൾ ഫിനാൻഷ്യൽ പ്ലാനിങ്ങിൻ്റെ സ്റ്റെപ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡിറ്റർമിനിങ് കറണ്ട് ഫിനാൻഷ്യൽ പൊസിഷൻ. ഒരു ബിസിനസ്സിൻ്റെ കറണ്ടായിട്ടുള്ള ഫിനാൻഷ്യൽ പൊസിഷൻ എങ്ങനെയാണോ അതറിയുക. മാത്രവുമല്ല ക്യാപിറ്റൽ സ്ട്രക്ചർ എത്രയാണെന്ന് കണ്ടുപിടിക്കുക. മാത്രവുമല്ല അവരുടെ ആൾട്ടർനേറ്റീവ് കോഴ്സ് ഓഫ് ആക്ഷൻ, ഇനി അവരെന്താണ് ഏതെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് കളക്ട് ചെയ്യുന്നു, അതിനെ അവർ ഇവാലുവേറ്റ് ചെയ്യുന്നു, അതിനെ അവർ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു. ലാസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ഏതാണ്, ഫിനാൻഷ്യൽ പ്ലാൻ നമ്മൾ കണ്ടുപിടിക്കുന്നു. ഓക്കെ, അപ്പോൾ അടുത്ത ഏരിയ നമ്മൾ പഠിക്കുന്നത് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ആണ്. അപ്പോൾ നമ്മൾ നേരത്തെ അതിനെപ്പറ്റി ജസ്റ്റ് പറഞ്ഞായിരുന്നു. അതായത് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ നമ്മൾ നടത്തുന്ന സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ടെക്നിക്കാണ് ഈ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്താണെന്ന് ചോദിച്ചാൽ ദ പ്രോസസ് ഓഫ് മേക്കിംഗ് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ ഇൻ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. അതായത് നമ്മളൊരു ബിസിനസ്സിൽ എന്ത് ചെയ്യുന്നു, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നു. അപ്പോൾ അത്തരത്തിലെടുക്കുന്ന ആ ഒരു തീരുമാനമാണ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്. അപ്പോൾ നമുക്കറിയാം നമ്മൾ വലിയ പ്രോജക്റ്റൊക്കെ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്കറിയാൻ സാധിക്കും ഒരുപാട് എമൗണ്ട് നമ്മൾ സ്പെൻഡ് ചെയ്യാറുണ്ട്. അപ്പോൾ അത്തരത്തിൽ സ്പെൻഡ് ചെയ്യുന്ന എമൗണ്ട് ആണ് ഈ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറുമായി
ബന്ധപ്പെട്ട് നമ്മൾ അല്ലെങ്കിൽ ഒരു ബിസിനസ് എടുക്കുന്ന തീരുമാനങ്ങളെ വിളിക്കുന്ന പേരാണ് ഈ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്ന് പറയുന്നത്. മാത്രവുമല്ല ഇത് പ്രധാനമായിട്ടും ചെയ്യുന്നത് ലോങ് ടൈം പ്ലാനിംഗ് ആണ്. നമ്മളൊരു ബിസിനസ് ഒരുപാട് പൈസ നമ്മൾ ബിസിനസ്സിലേക്ക് മുടക്കുന്നു. അപ്പോൾ ആ മുടക്കുന്ന സമയത്ത് നമുക്ക് ലോങ് ടൈമിലേക്ക് നമുക്കതിന് ബെനിഫിറ്റ് വേണം. അപ്പോൾ അത്തരത്തിൽ ലോങ് ടൈമിലേക്ക് നമ്മൾ പ്ലാൻ കൂടെ ചെയ്യുന്നതാണ് ഈ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് വഴി ചെയ്യുന്നത്. മാത്രവുമല്ല മെയിൻ ഒബ്ജക്റ്റീവ്, അതായത് ക്യാപിറ്റൽ ബഡ്ജറ്റിങ്ങിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ ടു ടേക്ക് ഡിസിഷൻ അറ്റ് സീറോ റിസ്ക് ലെവൽ എന്ന് പറഞ്ഞാൽ നമ്മൾക്കൊരിക്കലും എന്ത് വരരുത്, നഷ്ടം വരരുത്. സീറോ റിസ്ക് ലെവൽ, റിസ്ക് പരമാവധി കുറയ്ക്കുക. റിസ്കിനെ പരമാവധി കുറച്ചുകൊണ്ട് ബെനിഫിറ്റ് നമ്മൾ എന്താണ് ഫ്യൂച്ചറിൽ ഉണ്ടാക്കുക. അപ്പോൾ ക്യാപിറ്റൽ ബഡ്ജറ്റിങ്ങിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ്, ടു ടേക്ക് ഡിസിഷൻ അറ്റ് സീറോ റിസ്ക് ലെവൽ. റിസ്ക് ലെവൽ പരമാവധി സീറോയിലേക്ക് എത്തിക്കുക. മാത്രവുമല്ല എന്ത് ചെയ്യുന്നു, ഫ്യൂച്ചറിൽ നമുക്ക് എന്താണ് മാക്സിമം നമുക്ക് പ്രോഫിറ്റബിൾ ആക്കുക. അപ്പോൾ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഫ്യൂച്ചറിലേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആയിട്ട് നമ്മൾ എത്ര എടുക്കുന്നോ അതിന് എടുക്കുന്ന തീരുമാനത്തെ വിളിക്കുന്ന പേരാണ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്ന് പറയുന്നത്. ലോങ് ടൈമിലേക്കാണ് നമ്മൾ ആ തീരുമാനം എടുക്കുന്നത്. മാത്രവുമല്ല പ്രധാനപ്പെട്ട ആ ഒരു ഡിസിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, അറ്റ് സീറോ റിസ്ക് ലെവൽ. സീറോ റിസ്ക് ലെവലിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, തീരുമാനമെടുക്കുന്നു. മാത്രവുമല്ല ഭാവിയിലൊക്കെ നമുക്ക് എന്താണ് അതുവഴി മാക്സിമം റിട്ടേൺ നമുക്ക് ഏൺ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ക്യാപിറ്റൽ ബഡ്ജറ്റിങ്ങിന്റെ പ്രധാനപ്പെട്ട നീഡ് ആൻഡ് ഇമ്പോർട്ടൻസ്, അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രാധാന്യം എന്തൊക്കെയാണ്, ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അതിന്റെ പ്രാധാന്യം എന്താണ്? ഒന്നാമത്തേതാണ് ലോങ്ങർ ഇൻവെസ്റ്റ്മെന്റ്. ഒരു ബിസിനസ് നമ്മൾ ഭാവിയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ ഒരുപാട് നാളത്തേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും അനുയോജ്യമായ ഒരു മെത്തേഡാണ് നമുക്ക് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്. അപ്പോൾ നമുക്ക് പറയാം ലാർജർ ആയിട്ടുള്ള ഒരു എമൗണ്ട് വെച്ചുകൊണ്ട് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. മാത്രമല്ല ലോങ് ടൈം കമ്മിറ്റ്മെന്റ് ഓഫ് ഫണ്ട്, നമുക്ക് ലോങ് ടൈമിലേക്ക് എന്ത് ചെയ്യാൻ സാധിക്കുന്നുണ്ട്, ഫണ്ടുകൾ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. മാത്രവുമല്ല ഇറിവേഴ്സിബിൾ ഇൻ നേച്ചർ എന്ന് പറഞ്ഞത് ഒരു വട്ടം ക്യാപിറ്റൽ ആ എക്സ്പെൻഡിച്ചർ ഡിസ്റ്റൻസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് നമുക്ക് ചേഞ്ച് ചെയ്യുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. ലോങ് ടൈം എഫക്റ്റ് ഓൺ പ്രോഫിറ്റബിലിറ്റി, നമുക്കറിയാം ക്യാപിറ്റൽ ബഡ്ജറ്റിങ്ങുമായി ബന്ധപ്പെട്ട എല്ലാ തീരുമാനങ്ങൾക്കും എന്താണ്, ലോങ് ടൈം എഫക്റ്റ് ആണ്. ഒരുപാട് നാളത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഉപയോഗിക്കാൻ സാധിക്കുന്നുണ്ട്. മാത്രവുമല്ല നാഷണൽ ഇമ്പോർട്ടൻസ് നമുക്കറിയാൻ സാധിക്കുന്നുണ്ട്. ഒരുപാട് ദേശീയ തലത്തിൽ തന്നെ ക്യാപിറ്റൽ ബഡ്ജറ്റിങ്ങിന് ഒരുപാട് ഉപയോഗങ്ങളുണ്ട്. അപ്പോൾ ക്യാപിറ്റൽ ബഡ്ജറ്റിങ്ങിന്റെ പ്രധാനപ്പെട്ട നീഡ് ആൻഡ് ഇമ്പോർട്ടൻസ് ഏതൊക്കെയാണെന്ന് പറഞ്ഞാൽ ലോങ്ങർ ഇൻവെസ്റ്റ്മെന്റ്, ഒരുപാട് നാളത്തേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. മാത്രവുമല്ല ലോങ് ടൈം കമ്മിറ്റ്മെന്റ് ഓഫ് ഫണ്ട്, ഫണ്ടുകൾ നമ്മൾ മാക്സിമം എന്ത് ചെയ്യുന്നു, ലോങ് ടൈമിലേക്ക് തന്നെ നമ്മൾ ഇഷ്യൂ ചെയ്യുന്നുണ്ട്. മാത്രവുമല്ല ഇറിവേഴ്സിബിൾ നേച്ചർ, നമ്മൾ ഒരു വട്ടം നമ്മൾ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് മാറ്റുക പ്രയാസമുള്ള കാര്യമാണ്. മാത്രവുമല്ല ലോങ് ടൈം എഫക്റ്റ് ഓൺ പ്രോഫിറ്റബിലിറ്റി നമുക്ക് ലോങ് ടൈമിലേക്ക് നമുക്ക് കിട്ടുന്നുണ്ട്. മാത്രവുമല്ല നാഷണൽ ഇമ്പോർട്ടൻസ്, നമ്മുടെ രാജ്യത്തിൻ്റെയൊക്കെ തന്നെ എന്താണ് വളരെയധികം പ്രാധാന്യമായിട്ടുള്ള ഒരു ഏരിയ കൂടാണ് നമ്മുടെ ഈ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ക്യാപിറ്റൽ ബഡ്ജറ്റിങ്ങിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ് പഠിക്കുന്നത്. നമുക്കറിയാൻ സാധിക്കും ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് തീരുമാനം എടുക്കുന്നതാണ്. പക്ഷെ നമുക്കറിയാം തീരുമാനം എടുക്കുമ്പോൾ തന്നെ ഒരുപാട് ഫാക്ടേഴ്സ് ഈ ക്യാപിറ്റൽ ബഡ്ജറ്റിങ്ങിനെയൊക്കെ തന്നെ സ്വാധീനിക്കുന്നുണ്ട്. അവിടെ വരുന്ന ഒന്നാമത്തെ ഫാക്ടറാണ് റിസ്ക്. നമുക്ക് എല്ലാവർക്കും അറിയാം റിസ്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, ചാൻസ് ഓഫ് ലോസ്. ഒരു ബിസിനസ്സിന് നഷ്ടമുണ്ടാകാനുള്ള സാധ്യതയാണ് നമ്മൾ റിസ്ക് എന്ന് പറയുന്നത്. റിസ്ക് തന്നെ പലതരത്തിലുണ്ട് അല്ലെ, സീറോ റിസ്ക് ലെവൽ ഉണ്ട്, പ്യുവർ റിസ്ക് ഉണ്ട്, മാത്രവുമല്ല ഫിനാൻഷ്യൽ റിസ്ക് ഉണ്ട്, ബിസിനസ് റിസ്ക് ഉണ്ട്. അതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. അപ്പോൾ റിസ്ക് എന്ന് പറയുന്നത് എന്താണ്, ക്യാപിറ്റൽ ബഡ്ജറ്റിങ്ങിനെ സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ്. കൺട്രോൾ, നമുക്കറിയാൻ സാധിക്കും ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഒക്കെ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഫണ്ടുകളെ നമ്മൾ കൺട്രോൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. മാത്രവുമല്ല ഫ്ലെക്സിബിലിറ്റി, നമ്മളൊരു ബിസിനസ് ചെയ്യുന്ന സമയത്ത് മാക്സിമം ഫ്ലെക്സിബിൾ ആയിട്ട് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കണം. ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മാത്രവുമല്ല കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, നമുക്കറിയാം നമ്മൾ എത്രത്തോളം നമ്മളൊരു പ്രിഫറൻസ് ഷെയറോ അല്ലെങ്കിൽ ഇക്വിറ്റി ഷെയറോ അല്ലെങ്കിൽ ഡിബഞ്ചറോ നമ്മൾ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് അതിന് എത്രത്തോളം നമുക്ക് കോസ്റ്റ് ആവും, ഇതിനൊക്കെ നമുക്ക് അറിയാനായിട്ട് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് നമുക്ക് സഹായിക്കുന്നുണ്ട്. മാത്രവുമല്ല ടാക്സേഷൻ, നമുക്കറിയാൻ സാധിക്കും അല്ലെ, നികുതിയൊക്കെ നമ്മൾ കൊടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ പോളിസി എന്തുമായി ബന്ധപ്പെട്ട് ടാക്സുമായി ബന്ധപ്പെട്ട പോളിസിയൊക്കെ വരുമ്പോൾ അതിനെയൊക്കെ തന്നെ ഈ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് സ്വാധീനിക്കുന്നുണ്ട്. മാത്രവുമല്ല ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി, നമുക്കറിയാൻ സാധിക്കും ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി എന്താ, അതായത് നമുക്കറിയാം ഫിനാൻഷ്യൽ സ്ട്രക്ചർ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ലിവറേജിന്റെ മറ്റൊരു പേരാണ് ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി. നമുക്കറിയാൻ
സാധിക്കും. എന്താ ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ? നമ്മളുടെ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഡിഫറൻറ്റ് മിക്സ് നമ്മൾ ഉപയോഗിക്കുന്നു അല്ലേ? അതുവഴി നമ്മൾ മാക്സിമം ഏണിംഗ് പെർ ഷെയർ കൂട്ടുന്നു. ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി അല്ലെങ്കിൽ നമുക്ക് എന്താണ്, ഒരു ബിസിനസിന്റെ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ ഡെപ്റ്റിനോടൊപ്പം നമ്മൾ ഇക്വിറ്റിയും കൂട്ടിക്കൊണ്ട് എന്ത് ചെയ്യുന്നു? മാക്സിമം നമ്മൾ എന്ത് ചെയ്യുന്നു? ഏണിങ്സ് കൂട്ടുന്നു. പിന്നെയോ ഗവൺമെന്റ് പോളിസി. നമുക്കറിയാം ഗവൺമെന്റ് ഓരോ സമയത്തും ഏർപ്പെടുത്തുന്ന നയങ്ങൾ വളരെ പ്രധാനമായിട്ടും എന്താണ്, അതിനെ സ്വാധീനിക്കുന്നതാണ്. അപ്പോൾ ക്യാപിറ്റൽ ബഡ്ജറ്റിങ്ങിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? ഒന്ന് റിസ്ക് ആണ്, രണ്ട് ഏതാണ്? കൺട്രോൾ ആണ്, മൂന്നാമത്തത് ഫ്ലെക്സിബിലിറ്റി ആണ്, നാലാമത്തത് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആണ്, അഞ്ചാമത്തത് ടാക്സേഷൻ ആണ്, അടുത്തത് ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി ആണ്, പിന്നീട് ഗവൺമെന്റ് പോളിസി.